നിയമിക്കപ്പെട്ടവർ परमेश्वर के द्वारा नियुक्त किया गया ഇതിനകത്തിരിക്കുന്നവരാ. यहाँ बैठने वाला है. നമ്മുടെ സേവകാത്മാക്കളാ ദൂതന്മാര്. हालेलुया. हमारा सेवा करने आत्मा है तो स्वर्गदूत. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളാണ് ദൈവത്തിന്റെ पाने ദൂതന്മാർ. वाले का सेवक आत्मा है स्वर्गदूत. അതിലെ ഒരു ശ്രേഷ്ഠനായ സേവകാത്മാവാ വന്നത്. हालेलुया. उससे एक श्रेष्ठ सेवक आत्मा आया है. അതാണ് ഹെബ്രിയേൽ. वो है जिब्राइल. ഒന്നിച്ച് പറഞ്ഞ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. बोला अनुग्रह पाए तुझे वंदना हो. മറിയേ, നീ ജനിച്ച തലമുറ കൊള്ളാവുന്ന തലമുറയാ. हालेलुया. मरिया तेरा जो पीढ़ी है आशीषित ഈ है. തലമുറയിലാണ് ദൈവപുത്രൻ വെളിപ്പെടുന്നത്. इस पीढ़ी में हालेलुया परमेश्वर को पुत्र നിങ്ങൾ प्रकट हुआ. ഞാനും ജനിച്ച തലമുറ നല്ല തലമുറയാ. मैं और आप जन्म लिया हुआ पीढ़ी अच्छा है. ദൈവം ചിലത് ചെയ്യാൻ പോകുന്ന परमेश्वर कुछ തലമുറയാ. करने वाला है. അസിസ്റ്റൻസിന് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരും. हमारा सहायता के लिए स्वर्गदूत आएगा. എന്നിട്ട് പറഞ്ഞു, ഒരു ശിശു നിന്നിൽ നിന്ന് ജനിക്കും. उसके बाद बोले एक शिशु तेरे से ഒരു उत्पन्न മകൻ പണ്ടേ നൽകപ്പെട്ടതാ. हो. एक बेटा पहले से दिया गया. അത് വരണമെങ്കിൽ നീ ഒരു പാത്രമാ. अब वो आने के लिए तू एक बर्तन है. ദൈവപ്രവൃത്തികൾ നടക്കണമെങ്കിൽ परमेश्वर का कार्य होने के लिए നിങ്ങൾ ഒരു പാത്രമാ. आप एक बर्तन है. ചില ശുശ്രൂഷകന്മാർ വെളിയിൽ വരണമെങ്കിൽ कुछ सेवक लोग बाहर आने के लिए സഭ ഒരു പാത്രമാ. कलीसिया एक बर्तन है. നിങ്ങളുടെ ദേശത്തൊരുവൻ എഴുന്നേൽക്കണമെങ്കിൽ आपका देश में एक जन खड़ा होना है तो നിങ്ങൾ ഒരു പാത്രമാ. आप एक बर्तन है. ചില വീടുകൾ ദൈവത്തിന്റെ പാത്രമാ. कुछ घर हालेलुया परमेश्वर का बर्तन है. മറിയയല്ല ലോകത്തെ വിടുവിക്കുന്നത്. मरिया नहीं दुनिया को छुड़ाने वाला. മറിയയിലൂടെ വിടുവിക്കുന്നവൻ വരാൻ പോകുകയാ. मरिया के द्वारा छुड़ाने वाला आने वाला. മറിയ അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാ. मरिया चुना हुआ एक बर्तन है. ഞാൻ ഇവിടെ മറിയയെ മാത്രമല്ല തൊടാൻ यहाँ ആഗ്രഹിക്കുന്നത്. सिर्फ मरिया को नहीं सुन रहा हूँ. ജോസഫ് പുണ്യവാളനെയും തൊടാൻ പോവാ. जोसेफ पवित्र को भी. ജോസഫ് അങ്ങില്ലെങ്കിൽ जोसेफ आप नहीं होने ഈ से മറിയയുടെ കെയർ എടുക്കാൻ ആളില്ല. ये मरिया को संभालने के लिए कोई नहीं है. ഈ കുഞ്ഞിന്റെ കെയർ എടുക്കാൻ ആളില്ല. बच्चे को संभालने के लिए कोई नहीं है. മറിയയെയും ജോസഫിനെയും ദൈവത്തിന് വേണം. मरिया और जोसेफ दोनों चाहिए. ദൈവമാകാനല്ല, परमेश्वर बनने के लिए. ദൈവം വേറെയുണ്ട്. परमेश्वर दूसरा है. ദൈവപുത്രനെ പാലിച്ചു കൊണ്ടുവരുവാൻ परमेश्वर का पुत्र को पालन पोषण करके 30-ാം बढ़ाने. വയസ്സിൽ പൊതുശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നത് വരെ 30 साल में सामाजिक सेवकाई निकलते तक അദ്ദേഹത്തെ പാലിച്ചു വളർത്തുവാൻ उसको संभालने के लिए നിങ്ങൾക്കൊരു आप ഉത്തരവാദിത്വമുണ്ട്. एक उत्तरदायित्व है. എനിക്കൊരു मुझे ഉത്തരവാദിത്വമുണ്ട്. उत्तरदायित्व है. ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ടവരെ परमेश्वर का कार्य प्रकट करने वाले വളർത്തിയെടുക്കുന്നത് വരെ उनको बड़ा हालेलुया पूरा होते तक അവർക്ക് വേണ്ടി കരുതുവാൻ ഒരു കടമ എനിക്കുണ്ട്. उसको उसके लिए काम करना रिक्वायरी करने का एक उत्तरदायित्व है. ഇതിനകത്തിരിക്കുന്ന നമ്മിൽ ഓരോരുത്തർക്കുണ്ട്. यहाँ बैठने वाले एक एक जन को है. ക്രിസ്തു ഇവളിലാണ് ഉരുവാകേണ്ടത്. हालेलुया मसीह अली इसमें उत्पन्न होना है. ദൂതൻ വന്ന് സ്ത്രീയെ ഗ്രീറ്റ് ചെയ്തു. हालेलुया स्वर्गदूत आकर उसको हालेलुया ग्रीट किया. തന്റെ നിർമ്മലതയിൽ മറിയ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. और उसका पवित्रता में निर्मल गवाही में उसने पूछा, എനിക്കൊരു പുരുഷനെ അറിഞ്ഞുകൂടാ, मैं पुरुष को नहीं जानती, ഇതെങ്ങനെ कैसे സംഭവിച്ചു? होगा? ഒരു തിയോളജിക്കൽ വിശദീകരണവും കൊടുത്തില്ല. उसका कोई आत्मिक व्याख्या नहीं दिया, ഒരു ശാസ്ത്രീയ വിശദീകരണവും कोई കൊടുത്തില്ല. वैज्ञानिक व्याख्या नहीं दिया. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയൊന്നും അല്ല കാര്യം നടക്കുന്നത്. हालेलुया ഇത് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല കാര്യം ये നടക്കുന്നത്. सब समझने के बाद नहीं होता നീ कार्य. ഇതിനെക്കുറിച്ച് അറിയണ്ട. तो इसके बारे में जानने की जरूरत नहीं. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. सर्वशक्तिमान का सामर्थ्य तेरे ऊपर छाएगा. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. पवित्र आत्मा तेरे अंदर आएगा. നടന്നു നിന്നെ കൊണ്ട് കാര്യം നടക്കും. हालेलुया वो पूरा हो जाएगा. നിന്റെ അകത്ത് ഒരു ശിശു ജനിക്കും. तेरा अंदर एक शिशु उत्पन्न होगा. വാഗ്ദത്തം ചെയ്യപ്പെട്ട മകൻ ശിശുവിലുണ്ട്. हालेलुया वायदा किया हुआ बेटा शिशु में है. അവൻ വളരും. वो बढ़ेगा. അവൻ വളരുമ്പോഴെന്താകും? तब क्या होगा? ആധിപത്യം അവന്റെ തോളിലേക്ക്. प्रभुता उसके कंधे पर होगा. മനസ്സിലാകുന്നുണ്ടല്ലോ? समझ में आ रहा है? എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? किस लिए मनुष्य को बनाया गया? ഭൂമിയുടെ മേൽ അധികാരം നടത്താൻ. पृथ्वी पर प्रभुता करने के लिए. ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും. प्रभुता उसका कंधे पर रहेगा. The government shall be on his shoulders എന്നാണ് ഇംഗ്ലീഷിൽ. अंग्रेजी में लिखा हुआ शासन उसके ऊपर होगा. ഭരണകൂടം മൊത്തം അവന്റെ शासन पूरा उसी का हाथ में, അവന്റെ തോളില. उसका कंधे पे. നിങ്ങൾക്കറിയാമോ, ഇന്നൊരു രാജാവിന് തന്റെ തോളിന്മേൽ ഭരണമുണ്ട്. आज मालूम है आपको, राजा को हालेलुया उसका कंधे पे हालेलुया शासन है. പോയോ? ബാറ്ററി പോയി. വേറെ മൈക്ക് തൽക്കാലം. ഒരു രാജാവിന്റെ തോളിലാണ് രാജ്യത്വം മുഴുവൻ. एक राजा का कंधे पे शासन. അദ്ദേഹം ഭൂമിയിൽ എവിടെ പോയാലും അദ്ദേഹം ആ രാജാവ്. ये पृथ्वी पर कहीं भी जाएगा तो राजा वही है. താൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം രാജാവ് രാജാവാ. और ये जीवित रहते समय वो राजा राजा है. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിക്കാണേലുണ്ടല്ലോ मगर चुना हुआ मंत्री को കസേരയിൽ അധികാരം. हालेलुया कुर्सी पे अधिकार है. ചീഫ് മിനിസ്റ്ററുടെ കസേരയിൽ ഇരിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് അധികാരമുണ്ട്. मुख्यमंत्री जब तक कुर्सी पे है उसको अधिकार है. 3 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് സർക്കാർ താഴെ പോകുമ്പോൾ 3 महीना 6 महीने बाद जब सरकार गिर जाता है, അടുത്ത ഇലക്ഷനിൽ വരുന്നവൻ ഈ കസേരയിൽ ആയിരിക്കും, അവന്റെ കസേരയിൽ അധികാരം. अगला चुनाव में जो आएगा उसका वो कुर्सी पे बैठेगा. എനിക്ക് അധികാരമില്ല, मुझे मेरा अधिकार नहीं है, എന്റെ കസേരയ്ക്ക് അധികാരം. मेरा कुर्सी को अधिकार है. പക്ഷെ ഈ ജനിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ, मगर जो जन्म लेने वाला है, ആധിപത്യം അവന്റെ തോളിന്മേൽ, प्रभुता उसके कंधे पे, അധികാരം വഹിക്കുന്നവൻ, अधिकार वहन करने वाला, ചോദ്യം ചെയ്യപ്പെടാതെ അധികാരം എടുക്കുന്നവൻ, कोई प्रश्न नहीं कर सकता उसको. हालेलुया അധികാരം അവന്റെ തോളിലായി. अधिकार उसके कंधे पे होगा. ഇവന് വേറെ ചില കടമകളും കൂടെ ഉണ്ട്. उसका कुछ उत्तरदायित्व भी है. അത്ഭുത മന്ത്രി,
अद्भुत अद्भुत युक्ति करने वाला। നമ്പർ 1 ഹീസ് വണ്ടർഫുൾ, അത്ഭുതകാരനാണ്. हालेलुया, वो अद्भुत है उसका नाम। 2 താൻ ഒരു മന്ത്രിയായിരുന്നു. दूसरे एक मंत्री है, തന്റെ പിതാവിന്റെ അടുക്കൽ ഇരുന്ന് अपने पिता का पास रहकर എന്നുമെന്നും ആലോചന പറഞ്ഞു കൊടുക്കുന്ന, युक्ति बता के देने वाला। ആരെ ഉയർത്തണം, ആരെ താഴ്ത്തണം, किसको बढ़ाना किसको घटाना, ആരെ ഉപയോഗിക്കണം, किसको इस्तेमाल करना है, ആരെനിക്കുള്ളവനാണ്, कौन मेरा है, ആരെനിക്കുള്ളവരല്ല कौन मेरा नहीं है। എന്നിങ്ങനെ ദൈവത്തോട് ആലോചന പറഞ്ഞു കൊടുക്കുന്ന परमेश्वर से युक्ति देने वाला അത്ഭുത മന്ത്രിയാണ്. अद्भुत मंत्री है वो। അങ്ങനെ കുറച്ചുനാൾ ഇരുന്നാൽ ऐसा कुछ दिन बैठेगा, താൻ നിത്യപിതാവായി മാറും. वो अनंत पिता बन ഈ जाएगा। ഭൂമിയെ തിരിച്ചു ഭരിക്കേണ്ടതിന് इस पृथ्वी पर वापस राज करने के लिए നിത്യപിതാവായി अनंत पिता हो गया। സ്വർഗത്തിൽ പണ്ടുണ്ടായിരുന്ന അധികാരത്തിലേക്ക്, स्वर्ग में पहले जो अधिकार था वो ആ अधिकार മഹത്വത്തിലേക്ക് उस महिमा में യേശു തിരികെ വരും. यीशु वापस आएगा। ഈ ജനിക്കാൻ പോകുന്ന ശിശു ഉണ്ടല്ലോ, ये जन्म लेने वाले शिशु പണ്ടേ നൽകപ്പെട്ട പുത്രനാണ്. पहले से दिया हुआ बेटा ആ है, ചേതനിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടവനാ. एदन में वायदा किया हुआ बेटा है। മറിയെ അവനെ വളർത്തിക്കൊണ്ടുവരുവാൻ मरिया उसको पालन पोषण करने के लिए നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. तेरा उत्तरदायित्व है। അടുത്ത ദിവസം ജോസഫിന്റെ അടുക്കലെത്തി. दूसरा हालेलुया दिन हालेलुया यूसुफ के पास पहुंच गया। ജോസഫേ, ആ മറിയയിൽ ഉൽപ്പാദിതമായത് ये जोसेफ मरिया में जो उत्पन्न हुआ है എന്റെ ആത്മാവിനാല. मेरा आत्मा का पवित्र आत्मा അവളെ के द्वारा, ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. उसको जो हालेलुया जोड़ने के लिए शंका नहीं करना। നിനക്കൊരു കടമയുണ്ട്. तेरा उत्तरदायित्व है, ആ കടമ നീ നിർവഹിച്ചേ वो മതിയാകൂ. पूरा करना है। ഈ ശിശുവിനെ കൊല്ലുവാൻ രാജാവ് വരുമ്പോൾ इस शिशु को मारने के लिए राजा आएगा, അമ്മയെയും ശിശുവിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോകുവാൻ माँ और बेटा के साथ हालेलुया मिस्र चले जाना। അന്നന്ന് ഞാൻ തരുന്ന ഗൈഡൻസ് അനുസരിച്ച് പോകുവാൻ, एक एक दिन में जो अगुवाई देगा उसके अनुसार चलने के ഇവനെ लिए, വളർത്തിക്കൊണ്ടുവരുവാൻ നിനക്കൊരു उसको ഉത്തരവാദിത്വം. बढ़ाने के लिए एक उत्तरदायित्व है। എനിക്കും നിങ്ങൾക്കും ഓരോ ഉത്തരവാദിത്വങ്ങൾ. मुझे और आपको उत्तरदायित्व दिया गया है। ചിലതെല്ലാം ചെയ്യാൻ ദൈവം നമ്മളെ कुछ ആക്കിയിരിക്കുക. कार्य करने के लिए हमको प्रभु रखा हुआ है। പക്ഷേ मगर ജോസഫ് അങ്ങയിൽ നിന്നല്ല ക്രിസ്തു ജനിച്ചത്. जोसेफ आपसे नहीं है, मसीह उत्पन्न हुआ है। മറിയെ മസിയല്ല ക്രിസ്തു. मसीह ക്രിസ്തു. मसीह ഞാൻ വ്യത്യാസത്തിലേക്ക് വരാം. हालेलुया, यीशु जन्म हुआ है। ഈ ശിശുവിനെയാണ് യേശു എന്ന് വിളിക്കുന്നത്. शिशु को यीशु बुलाते हैं, തന്നിൽ വസിക്കുന്ന ആത്മാവിനെയാണ് ക്രിസ്തു എന്ന് വിളിക്കുന്നത്. उसका अंदर वास करने वाला आत्मा को मसीह बुलाते हैं। ഈ ദിവസങ്ങളിൽ ദൈവവചനം ശരിക്ക് ഗ്രഹിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉള്ള വിഷയമാണ്. परमेश्वर को वचन ठीक से नहीं समझने के कारण कंफ्यूजन है बहुत। ജനിച്ച മണ്ണിൽ നിന്നുള്ള ശിശുവിനെയാണ് യേശു എന്ന് വിളിക്കുന്നത്. जन्म लिया हुआ मट्टी से निकाले हुआ शिशु को यीशु बुलाते हैं। നിനക്കൊരു മകൻ ജനിക്കും, तुझे एक बेटा उत्पन्न होगा, നീ അവന് യേശു എന്ന് പേരിടണം. उसको यीशु नाम रखना। ക്രിസ്തു എന്ന് നിനക്ക് പേരിടാൻ പറ്റുകയില്ല. मसीह तुम नाम नहीं रखना। ക്രിസ്തു എന്ന് പേരിടുന്നത് പിതാവാ. मसीह जो नाम रखने वाले यीशु നീ पिता അവന് है, യേശു എന്ന് പേരിടണം. तू यीशु का नाम रख। അവന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുക. वो अपने लोगों को पाप से छुड़ाएगा, वो നീ അവന് യേശു എന്ന് വിളിക്കേ. उसको यीशु बुलाओ। ഈ യേശു എന്ന ശിശുവിൽ यीशु जो भी शिशु में തന്റെ പുത്രനാകുന്ന സീഡ്, വാഗ്ദത്ത സന്തതിയെ ദൈവം അയക്കും. उसका पुत्र वो बीज को हालेलुया परमेश्वर भेजेगा, ഇത് വളർന്നിരിക്കും. ये बड़ा होगा। അങ്ങനെ മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി, ऐसे पवित्र आत्मा के द्वारा मरियम उत्पन्न हुआ, വചനത്തിൽ നിന്ന് ഉരുവായി. वचन से उत्पन्न हुआ। സകലതും സൃഷ്ടിച്ചത് വചനമാണ്. सब कुछ बनाने वाला वचन है। അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ऐसा है तो मसीह परमेश्वर का सृष्टि है। സൃഷ്ടിയാണ് ക്രിസ്തു, അതുകൊണ്ട് തന്നെ ദൈവമെന്ന് കണക്കാക്കണ്ടെന്ന് പറയുന്നവരുണ്ട്. हालेलुया, सृष्टि है मसीह, इसलिए परमेश्वर से यही समझना करके नहीं बोलने वाला है। ഞാൻ ആശയത്തിന്റെ വിശദീകരണത്തിൽ വരിക. वो युक्ति का मैं समझा रहा हूँ। ചിലർ പറയാറുണ്ട് ദൈവ സൃഷ്ടിയാണ് യേശു. कुछ लोग बताते हैं परमेश्वर का सृष्टि है यीशु। ദൈവ സൃഷ്ടിയുടെ ആരംഭമായി ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. हाँ, परमेश्वर का सृष्टि का शुरुआत में आमेन बोलने वाला। അവൻ ആരംഭത്തിങ്കൽ എന്നെ സൃഷ്ടിച്ചു. वो शुरुआत में मुझे बनाया। അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ് യേശു. ऐसा है तो परमेश्वर का सृष्टि है यीशु, അതുകൊണ്ട് എനിക്ക് ദൈവത്വമില്ല. इसलिए परमेश्वर तो नहीं है। ചില ഗ്രൂപ്പുകളുടെ ആർഗ്യുമെന്റ്. कुछ लोग ऐसा बताते हैं। ആ പദമാണ് ഞാൻ വിശദീകരിക്കാൻ उस വരുന്നത്. पद को मैं समझाना चाहूँ। നിന്നിൽ ഉൽപ്പാദിതമാകുന്നത് എന്തുകൊണ്ടാണ്? तुम्हारा अंदर क्यों उत्पन्न होता है? വചനത്താലാണ്. वचन के द्वारा। ഏതാ ഈ വചനം? वचन कौन सा है? അത് ക്രിസ്തു തന്നെയാ. वो मसीह खुद है, അത് ദൈവത്തിന്റെ സൃഷ്ടിയാ. परमेश्वर का सृष्टि है। സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കപ്പെട്ട വചനമാണ്. सृष्टि करने के लिए इस्तेमाल करने वाला वचन है। സൃഷ്ടി എന്ന വാക്കുകൊണ്ട് सृष्टि शब्द जो है, സൃഷ്ടിക്കപ്പെട്ട വസ്തു എന്നതിനേക്കാൾ सृष्टि किया वो वस्तु से बढ़कर സൃഷ്ടിച്ച അധികാരമെന്നും ശക്തി എന്നും ഒരർത്ഥമുണ്ട്. सृष्टि करने वाला अधिकार और हालेलुया वो शब्द, ഈ വാക്കിനാലാണ് സകലതും സൃഷ്ടിച്ചത്. ये वचन के द्वारा सब कुछ बनाया गया। അത് അവനാൽ തന്നെയാണ്. वो उसके द्वारा ही है। താൻ തന്നെയാണ് രോഗിയും താൻ തന്നെയാണ് വൈദ്യനും. खुद रोगी भी है, खुद वैद्य भी है, താൻ തന്നെയാണ് സൃഷ്ടിയും താൻ തന്നെയാണ് സൃഷ്ടാവും. खुद सृष्टि भी है, वो सृष्टिकर्ता भी है। വേറൊരു ഭാഷയിൽ സൃഷ്ടാവായ ദൈവം दूसरे भाषा में सृष्टिकर्ता परमेश्वर സൃഷ്ടിയായി രൂപീകരിക്കപ്പെട്ടു. सृष्टि बन गया। നിത്യനായ ദൈവം अनंत काल का पिता परमेश्वर ജഡത്തിൽ വെളിപ്പെട്ടു. शरीर में प्रकट हुआ। താൻ ഇത് രണ്ടുവാ. ये दोनों है। അവൻ സകലത്തിലും സകലതുമാണ്. वो सब में सब है, ഒന്ന് മാത്രമല്ല ക്രിസ്തു, एक नहीं मसीह, സകലത്തിലും സകലതുമാണ്. सब में सब है मसीह। ഇന്ന് പകൽ എന്റെ എല്ലാറ്റിലും എല്ലാം കർത്താവാ. आज मुझ में सब कुछ ये मसीह है। താൻ തന്നെയാണ് നിയമം പാലിക്കുന്നവൻ.
खुद कानून पालन करने वाला है താൻ തന്നെയാണ് നിയമം കൊടുത്തവൻ. और कानून देने वाला भी वही ഈ है। ആശയം കിട്ടുന്നുണ്ടല്ലോ. ये आपको युक्ति मिल रहा है। നിയമം കൊടുത്തവനും कानून देने वाला, നിയമം പാലിക്കുന്നവനും कानून पालन करने वाला, സൃഷ്ടിച്ചവനും सृष्टि करने वाला, ഒടുവിൽ സൃഷ്ടിയായി മാറിയവൻ. सृष्टि बन गया जो। എന്തുകൊണ്ട്? क्यों? സൃഷ്ടിയിൽ വന്നുപോയ അബദ്ധത്തെ, सृष्टि में आया हुआ पराजय को, സൃഷ്ടിയിൽ വന്നുപോയ വീഴ്ചയെ सृष्टि में आया हुआ गिरावट, പരിഹരിച്ചെടുക്കേണ്ടതിന് हालेलुया, इसको सुधारने के लिए സൃഷ്ടാവ് സൃഷ്ടിയായി ഇറങ്ങി വന്നു. सृष्टिकर्ता सृष्टि बन के उतर गया। പാപത്തെ ശിക്ഷിക്കുന്നവൻ पाप को दंड देने वाला പാപിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. पापी के रूप में उतर गया है। സൃഷ്ടാവായ ദൈവം सृष्टिकर्ता परमेश्वर സൃഷ്ടിയായി മാറി. सृष्टि बन गया। നിന്നിൽ ഉൽപ്പാദിതമായത് तुझ में जो उत्पन्न हुआ है പരിശുദ്ധാത്മാവിനാൽ, पवित्र आत्मा के द्वारा, ആ വചനത്താല, वो वचन के द्वारा, വചനം ജഡമായി वचन शरीर धारण किया, ഇവിടെ ജനിച്ചു. हम यहाँ जन्म लिया। തുടർന്ന് യേശുവിന് ഇവിടെ ചെയ്യേണ്ടിയിരുന്ന സകലതും യേശു ചെയ്തു. और यीशु यहाँ जो कुछ करना था यीशु ने कर दिया। സർപ്പത്തിന് പിടികിട്ടി, शाम को समझ में आ गया, എന്റെ തല പോയി. मेरा सिर गया। ഞാനൊരു ലീഗൽ അതോറിറ്റി എടുത്ത് मैं एक कानूनी का अधिकार लेके ആ സർപ്പത്തിലൂടെ കയറി शाम के द्वारा घुस करके ചെന്ന് മനുഷ്യവർഗത്തെ നശിപ്പിച്ചെങ്കിൽ, मानव जाति को नाश किया तो തന്റെ മനുഷ്യവർഗത്തിൽ ഒരുവനായി मानव जाति में एक होकर गए, മണ്ണിൽ നിന്നുള്ള ശരീരത്തിൽ मट्टी में उससे निकाल हुआ शरीर में ദൈവപുത്രൻ വെളിപ്പെട്ടു വരുന്നു. परमेश्वर को पुत्र प्रकट എന്റെ തല പോയി. हुआ। मेरा सिर गया। ഇത് വളരുന്നതിന് മുന്നമേ, ये बढ़ने के पहले, ദൈവത്തിന്റെ പൂർണ്ണ സ്വരൂപത്തിൽ സത്യത്തിൽ എത്തുന്നതിന് മുന്നമേ, परमेश्वर का पूर्ण स्वरूप में आते तक आने के पहले, യേശുവിന്റെ ജനനം മുതലേ ദൈവത്തിന്റെ പൂർണ്ണ സ്വരൂപമാണ്. हालेलुया, परमेश्वर यीशु का जन्म से परमेश्वर का पूर्ण स्वरूप है, പക്ഷേ അത് തെളിയിക്കണം. मगर उसको सबूत देना। ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ തികഞ്ഞ ദൈവവേദന, मैं उद्धार पाया तब से मैं पूरा परमेश्वर का जन है, പക്ഷെ തെളിയിക്കണം. मगर सबूत देना। MBBS അഡ്മിഷൻ എടുത്ത് കോളേജിൽ ചെന്നത് മുതൽ MBBS के लिए एडमिशन लेके कॉलेज पहुंच गया तो എന്റെ മനസ്സിൽ ഞാൻ ഡോക്ടറാ. मेरे मन में मैं डॉक्टर बन गया। ഞാൻ തന്റെ രോഗിയെ ചികിത്സിക്കുന്നതൊക്കെ എനിക്ക് കാണാം ഹൃദയ കണ്ണുകൊണ്ട്. अब मैं कल्पना कर सकता रोगी को इलाज करते हुए, പക്ഷെ സംഭവം നടക്കണമെങ്കിൽ അതിന് തെളിയിക്കണം. मगर उसको पूरा होना है तो उसके लिए सबूत देना। ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നത് മുതൽ मैं इंजीनियरिंग कॉलेज में जैसे जुड़ा, എഞ്ചിനീയറാ इंजीनियर है എന്റെ അകത്ത്. मेरा अंदर, ഇത് തെളിയിക്കപ്പെടണേ, മാർക്ക് കൊണ്ട് കാണിക്കണം. हालेलुया, उसको सबूत देना है तो पास होना पड़ेगा। യേശുവിന്റെ ജനനത്തിങ്കൽ यीशु के जन्म में താൻ ദൈവമാ, वो परमेश्वर है, പക്ഷെ സർട്ടിഫിക്കറ്റ് വേണം. मगर उसके लिए सबूत चाहिए, തെളിയിച്ചേ പറ്റത്തുള്ളൂ. सबूत देना पड़ेगा। അതിന് പരീക്ഷ നേരിടണം. उसके लिए परीक्षा पास, പരീക്ഷകൾ സഹിക്കുന്ന നിങ്ങളും ഭാഗ്യവാന്മാർ. परीक्षा सहने वाला आप भी भाग्यवान। നമ്മളും തെളിഞ്ഞിറങ്ങി വരും. हम भी सबूत देकर के बाहर आएंगे। യേശു പരീക്ഷകൾ സഹിച്ചു. यीशु परीक्षा सह लिया, തന്റെ തുടക്കം മുതൽ अपने शुरुआत से കാൽവരിയുടെ ഒടുക്കം വരെ कालवरी का आखिरी तक പരീക്ഷകൾ സഹിച്ചു. परीक्षा सह लिया। ഞാൻ ഇവിടെ ഒന്ന് ഷോർട്ടൻ ചെയ്യാൻ പോവാണ്. मैं यहाँ कम कर रहा हूँ ഇന്നത്തേടം വൈൻഡ് അപ്പ് ചെയ്തിട്ട് आज का, जो मैं बंद करके ഉച്ചയ്ക്ക് ഞാൻ ഇതിന്റെ വിശദീകരണത്തിൽ പോകും. दोपहर को मैं उसका और समझाऊंगा। വരാവുന്നവർ മാത്രം വന്നാൽ മതി. जो आ सकता है वही उन्हीं लोग आना है। നാളെ രാവിലത്തെ അടുത്ത ആഴ്ച കൊണ്ട് ഞാനിത് ബാക്കിയുള്ളവർക്കും വിശദീകരിക്കും. कल सुबह और दूसरे लोगों को मैं समझा दूँ। വരാവുന്നവർ വരുന്നത് നല്ല കാര്യം. आने वाला आ सकता है। ഓക്കെ, 2 പ്രാവശ്യം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുതുതും കിട്ടും. हालेलुया, अब 2 बार आने से भी आपको और कुछ मिलेगा। യേശു ഇവിടെ ജീവിച്ചു. यीशु यहाँ जिया। ഒന്നാമത് താൻ ചെയ്തത് पहले उसने क्या किया? വചനം ബൈഹാർട്ട് ചെയ്തു. वचन, हालेलुया, बाय हार्ट का रट्टा लगाया। മനുഷ്യനിൽ നിന്ന് ജനിച്ച मनुष्य से जन्म लिया, മണ്ണിന്റെ ഭാഗമായ मट्टी का भाग എന്റെ അകത്ത് मेरा अंदर, വചനം വസിച്ചേ പറ്റൂ. वचन वास करना जरूरी है। ഇനി പൗലോസിനോടൊന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് എന്തുവാ? पौलुस से पूछा तो पौलुस क्या बोलेगा? സഭയെ ഞാൻ അങ്ങയുടെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. आपका हालेलुया व्यवस्था में मैं आनंद मनाता हूँ। ചില പുള്ളികൾ പറയാറുണ്ട് പഴയ നിയമമേ കൊള്ളുകയില്ലെന്ന്. कुछ लोग बताते हैं पुराने नियम की जरूरत नहीं है। പൗലോസ് രസിച്ചത് പഴയ നിയമത്തിലാ. पौलुस जो आनंद लिया पुराना नियम में, വെളിപ്പാടിന്റെ കുറവ് കൊണ്ടൊന്നും അല്ല, प्रकाशन का कमी के कारण नहीं। വെളിവുകേടില്ലാത്തത് കൊണ്ടാന്ന് പറയാം. हालेलुया, उसको होश था इसीलिए। അദ്ദേഹം പറഞ്ഞ ന്യായപ്രമാണത്തിൽ രസിക്കുക. मैं व्यवस्था में आनंद मनाता हूँ। എന്റെ സന്തോഷം ഇതാ. मेरा आनंद यही है, കാര്യം ഇത് അങ്ങയുടെ ഹിതം എന്താണെന്ന് എന്നെ മനസ്സിലാക്കി തരുന്നത്. क्योंकि आपका इच्छा क्या वो मुझे समझाता है। ഞാൻ എവിടെ ആയിരിക്കുന്നുവെന്നും मैं कहाँ हूँ, അങ്ങയുടെ ഹിതത്തിലാണോ അല്ലയോ എന്നും आपका इच्छा में है या नहीं है, എനിക്ക് മനസ്സിലാക്കി തരുന്നതാ मुझे ന്യായപ്രമാണം. समझाने वाला व्यवस्था है। ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പണ്ടൊരിക്കൽ मैं പറഞ്ഞിട്ടുണ്ട്. एक उदाहरण पहले बताया था। ഇവിടുന്ന് ബെല്ലാരി റോഡിലൂടെ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആള് यहाँ बेलारी रोड से एयरपोर्ट जाने वाला, വഴി ചെല്ലുമ്പോൾ ഒരു ബോർഡ് കാണും. और रास्ता में एक बोर्ड दिखेगा, എയർപോർട്ട് 30 കിലോമീറ്റർ, एयरपोर्ट 30 किलोमीटर, ഹൈദരാബാദ് മേ ബി 400, എനിക്കറിയാൻ വയ്യ, हैदराबाद हो सकता है 400 किलोमीटर, മറ്റൊരു പട്ടണം ഇത്ര കിലോമീറ്റർ. और एक दूसरा 3-4 शहर, പട്ടണത്തിന്റെ പേര് എയർപോർട്ടിന്റെ പേരും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 3-4 शहर का और एयरपोर्ट का भी नाम लिखा। എന്റെ അകത്തെ താല്പര്യം ഹൈദരാബാദിലെത്താനാ. मेरा अंदर का इच्छा हैदराबाद पहुंचना। ഹൈദരാബാദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. हैदराबाद लिखा भी है, അതിന്റെ അർത്ഥം ഞാൻ ഹൈദരാബാദിൽ ചെന്നല്ല, इसका मतलब है हैदराबाद पहुंचा നീ नहीं, ഹൈദരാബാദിൽ നിന്ന് ഇത്ര കിലോമീറ്റർ ദൂരെയാ मैं നിൽക്കുന്നത്. हैदराबाद से इतना किलोमीटर दूरी में खड़ा है। ന്യായപ്രമാണം എന്നോട് പറഞ്ഞു തരുന്നത് व्यवस्था मुझे बताते हैं ദൈവത്തിന്റെ പൂർണ്ണഹിതം അതാ. परमेश्वर का पूरा इच्छा वो है, നീ ഇത്രയും ദൂരെയാ നിൽക്കുന്നത്. तू इतना दूर में है। ഓക്കെ, അങ്ങയുടെ ന്യായപ്രമാണം എന്റെ പാട്ടാണ്, സന്തോഷമാണ്, ആനന്ദമാണ്. आपका व्यवस्था मेरा आनंद है।
ഞാനതിൽ രസിക്കുക. मैं उसमें आनंद मनाता हूँ. യേശു ന്യായപ്രമാണം പഠിച്ചു. यीशु व्यवस्था सीख लिया. ഇതെന്തൊരു കളിയാ? ये क्या खेल है? താനല്ലേ വചനം, खुद वचन है वो, താൻ തന്നെ വചനമല്ലേ? खुद वचन है वो, വചനം പഠിച്ചെന്ന്. वचन सीख लिया. മനുഷ്യനിൽ നിന്ന് ഞാൻ വ്യത്യസ്തനല്ല, मनुष्य से मैं अलग नहीं हूँ. ഞാൻ പൂർണ്ണ മനുഷ്യനാണ്. मैं पूरा मनुष्य हूँ. ഞാൻ പൂർണ്ണ മനുഷ്യനാണ്. मैं पूर्ण मनुष्य हूँ. അത് തെളിയിച്ച് वो सबूत दिया. ഇതിനകത്തെ വാക്കുകൾ നമ്മുടെ ഭാഷയിൽ കാണാതെ പറയാൻ हालेलुया. इसका वचन जो है हमारा भाषा में हालेलुया रट्टा लगाना. താൻ 12 വയസ്സുകൊണ്ട് പഠിച്ചു. वो 12 साल में वो सीख लिया. ചിലർ പറയാറുണ്ട് ദൈവാത്മാവാണ് എന്നെ നടത്തുന്നത്, എനിക്കൊരിക്കലും തെറ്റുപറ്റത്തില്ല. कुछ लोग बताते हैं परमेश्वर का आत्मा मुझे चलाता है, मुझे गलती नहीं होगा. മോനെ അങ്ങ് യേശുവിനേക്കാൾ വലിയവനാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല. आप यीशु से बड़ा करके मुझे नहीं लगा. യേശുവിന് ഇത് പഠിക്കേണ്ടതായിരുന്നു. यीशु को इसको सीखना था. എന്തിനാ താൻ ഇത് ചെയ്തത്? क्यों सीखा? നമുക്ക് മാതൃകയാകുക. हमको हमारे लिए एक उदाहरण पेश कर. വ്യവസ്ഥയിലേക്ക് നാം മടങ്ങി വരേണ്ടത്. इस अवस्था में आना है हमको. 12 വയസ്സുകൊണ്ട് യേശു അത് പഠിച്ചു. हालेलुया. 12 साल से वो सीखा തുടർന്ന് തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. और आगे उसका माता पिता का अधीनता में रहा. അനുസരണ ബോധം, अनुसरण करना. കീഴടങ്ങുന്ന അനുഭവങ്ങൾ, हालेलुया. और उसका अधीनता में रहना. വിശുദ്ധ ജീവിതം, पवित्र जीवन, എല്ലാം യേശു കാഴ്ചവെച്ചു. सब कुछ यीशु ने प्रकट किया. മറക്കരുതാത്ത ഒരു കാര്യം, नहीं भूलना, സാധാരണ യഹൂദ കുട്ടികൾ साधारण यहूदी बच्चे 20 വയസ്സിന് മുന്നമേ വിവാഹം കഴിഞ്ഞിരിക്കും. 20 साल का पहले शादी करते हैं. 15ാമത്തെ വയസ്സിൽ പെൺകുട്ടിയുടെ വിവാഹം നടക്കും. 15 साल की उम्र में लड़की का शादी हो जाता है. 20 വയസ്സിന് മുന്നമേ ആൺകുട്ടികളുടെ വിവാഹം നടക്കും. 20 साल के पहले लड़कों का शादी हो जाता है. നാട്ടിലെ സകല പിള്ളേരും കല്യാണം കഴിച്ച് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ गांव के सारे लोग शादी करके परिवार समेत चल रहा है. യേശു ദണ്ട് ഒറ്റയ്ക്ക് നടക്കാം 30 വയസ്സ് यीशु വരെ. देखो अकेला चल रहा है. നാട്ടുകാർ കളിയാക്കത്തില്ലേ? समाज मजाक उड़ाएंगे. ഊക്ക് വിളിക്കുന്നവര് കാണത്തില്ലയോ? कोई चिल्लाने वाला होगा. അല്ല, ഞാൻ നടക്കുമ്പോഴും ആളുകൾ ഊക്ക് വിളിക്കും. अरे मैं चलते समय भी लोग ऐसे चिल्लाते हैं. നീ വിളിച്ചു പോവും. तू बुलाओ. പക്ഷെ ഞാൻ എന്തിനു വന്നു എന്ന് എനിക്കറിയാം. मैं किस लिए आया मुझे मालूम. എന്റെ ജനനം എന്തിനെന്ന് എനിക്കറിയാം. मेरा जन्म किस लिए मुझे मालूम. ഒന്നാമത്തെ ആദാമിനെ സൃഷ്ടിച്ചവൻ पहले आदम को बनाने वाला പരാജയപ്പെട്ടു പോയ ഒന്നാം ആദാമിന് പകരം पराजित पहला आदम को बदले ജയിക്കേണ്ടതിന് ഇറങ്ങി വന്ന ഒടുക്കത്തെ ആദമാണ്. जन्म ले जय पाने के लिए आए वो आखिरी आदम. എന്റെ ജനനം എന്തിനു വേണ്ടി എന്ന് എനിക്കറിയാം. मेरा जन्म किस लिए मुझे मालूम है. ദൈവിക അധികാരം ഇവിടെ കൊണ്ടുവരേണ്ടതിന്, परमेश्वर का अधिकार यहाँ प्रकट करने, ആധിപത്യം തോളിൽ വഹിക്കേണ്ടതിന്, शासन हालेलुया कंधे पे रखने के लिए, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ വന്നവനാ ഞാൻ. परमेश्वर का समानता में आने वाला, എനിക്ക് സ്വരൂപതയിൽ എത്തിയെന്ന് उसका जो रूप में पहुंचते तक സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ सर्टिफिकेट मिलना है तो തെളിയിച്ചേ പറ്റത്തുള്ളൂ. सबूत देना पड़ेगा. അതുകൊണ്ട് തന്നെ അനുസരണ ബോധമുള്ളവനായി इसलिए वो अनुसरण किया. മാതൃകാ പുരുഷനായി एक मातृ का पुरुष बन गया. 30 വയസ്സ് വരെ ജീവിച്ചു. 30 साल की उम्र तक जिया. ആ സാക്ഷ്യം തെളിയിച്ചു കഴിഞ്ഞപ്പോൾ वो गवाही जो पेश किया, ഞാൻ വീണ്ടും പറയാം, നാട്ടിലെ കൾച്ചറിന് വിരോധമായി, अब मैं बताऊं गांव का संस्कार के विरोध में ദൈവിക കൾച്ചർ ഇവിടെ കൊണ്ടുവരേണ്ടതിന്, परमेश्वर का संस्कार लाने के लिए, പൈശാചിക കൾച്ചറിന് വിരോധമായി शैतान का हालेलुया कल्चर का विरोध में, ദൈവിക കൾച്ചർ ഇവിടെ കൊണ്ടുവരേണ്ടതിന് परमेश्वर संस्कार लाने के लिए ഇറങ്ങി വന്നവനായി യേശു. उतर के आए वो यीशु. നാട്ടുകാരുടെ വാക്കിന് വില കൊടുക്കാതെ, समाज का शब्द का अनसुनी कर दिया. വേറൊരർത്ഥത്തിൽ അന്നത്തെ ആത്മീയരുടെ ഭാഷയിൽ നസീർ വ്രതക്കാരനായി. हालेलुया. उस दिन का लोगों का भाषा में अगर बोलेगा तो नासिर व्रत जैसा है. നസീർ വ്രതം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട്. नासिर व्रत एक व्रत है. എന്ന് പറഞ്ഞാൽ മീശ പഠിക്കത്തില്ല, मतलब दाढ़ी नहीं बनाएंगे, മുടി വെട്ടത്തില്ല, बाल नहीं काटेंगे, മദ്യപാനം കഴിക്കത്തില്ല, दारू നടക്കത്തില്ല, नहीं पिएंगे, അയോഗ്യമായി ഒന്നിലേക്കും ഇറങ്ങി कोई പോകില്ല. भी गलत वस्तु पर नहीं जाएंगे. അങ്ങനെ അങ്ങ് ജീവിക്കുക. ऐसा पवित्र जीवन. ഞാൻ ഇവിടെ ഇച്ചിരി എടുക്കാൻ പോവാ. और मैं समझाना चाहूंगा, യേശു പുറമെ ഭക്തി കാണിച്ചു. यीशु बाहर हालेलुया भक्ति दिखाया. യേശു പുറമെ ഭക്തി കാണിച്ചു. बाहर भक्ति दिखाया. ബാഹ്യ ശരീരത്തിൽ താൻ ഭക്തനെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുമാറ് बाहरी शरीर में भक्त दिखाई देने के लिए തന്റെ ജീവിതവും വസ്ത്രധാരണയും ഡെയിലി റൊട്ടീനും ആയിരുന്നു. उसका जीवन और पहनावा उसे समान था. ചിലർ പറയാറുണ്ട് അകത്തിരുന്നാൽ മതി പുറത്താരും കാണണ്ടെന്ന്. कुछ लोग बताते अंदर रहना है बाहर क्यों दिखाना है. നോ നോ നോ, അങ്ങനെ അല്ലായിരുന്നു യേശു. नहीं ऐसा नहीं था यीशु. അത് ആരാണ്ട് റോങ് എക്സാമ്പിളിനെ നമ്മൾ കോട്ട് ചെയ്യുക. वो गलत उदाहरण दे रहे हैं. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. एक छोटा सा उदाहरण बताओ. പഴയ നിയമകാലത്ത് पुराना समय में പരീശന്മാരുടെ ഇടയിൽ फरीसियों के बीच में നസീർ വ്രതം സൂക്ഷിക്കുന്നതിൽ नासिर व्रत रखने वाला, ഞാൻ ഭക്തിയുടെ ഉന്നത തലത്തിലാണെന്ന് പുറമെ കാണിക്കേണ്ടതിന് मैं भक्ति का ऊंचे स्तर में दिखाने के लिए വസ്ത്രത്തിൽ നീണ്ട ബോർഡറുകൾ വെക്കുമായിരുന്നു. വലിപ്പമുള്ള ബോർഡറുകൾ, വീതിയുള്ള ബോർഡറുകൾ വെക്കും. कपड़ा में हालेलुया वो हालेलुया उसका छोर हालेलुया इसमें ये बॉर्डर रखता था. അതിൽ നിന്ന് എന്തുവാ നൂലുകൾ താഴോട്ട്, നൂലല്ല, ചെറിയ 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 ചിത്രപ്പണികൾ താഴോട്ട് തൂങ്ങി നിൽക്കും. उसमें से हालेलुया कुछ चित्र बाहर निकल कर था. അതിനെയാണ് വസ്ത്രത്തിന്റെ തൊങ്ങൽ എന്ന് വിളിക്കുന്നത്. उसका कपड़ा का छोर बताते हैं. വലിയ വീതിയുള്ള പട്ടകൾ, हालेलुया चौड़ा हालेलुया पट्टा,
പരീക്ഷന്മാർ അത് ധരിച്ചിരിക്കും. फरीसी लोग पहनता था. എല്ലാ പരീക്ഷനും തമ്മിൽ ഒക്കത്തില്ല. सब फरीसी नहीं है. നസീർ വ്രതം സൂക്ഷിക്കുന്ന, नासिर व्रत रखने वाला, സമൂഹത്തിലെ ഏറ്റവും വലിയ ഭക്തനാണെന്ന് സ്വയം പറയുന്ന, समाज का सबसे बड़ा भक्त हालेलुया बताने वाला, खुद बताने वाला, അങ്ങനത്തെ ആളുകൾ മാത്രം ऐसे ही लोग വസ്ത്രത്തിൽ വീതി കൂടിയ പട്ടകളിട്ട്, हालेलुया कपड़ा में हालेलुया चौड़ा पट्टा रख करके, എന്തുവാ സാരിയുടെ ബോർഡർ പോലെ जैसे साड़ी का बॉर्डर है, വലിയ ഇത് വെച്ച് बॉर्डर रख करके അതിൽ തൊങ്ങലുകൾ തൂക്കിയിടും. उसमें हालेलुया हालेलुया धागा बाहर निकलता था. യേശുവും അത് ചെയ്തിരുന്നു, यीशु भी करता था, ശിഷ്യന്മാരും ചെയ്തിരുന്നു. चेले लोग भी करता था. കാര്യം ലോകം കണ്ടാൽ നിങ്ങളെ തിരിച്ചറിയണം. जो दुनिया देखने से आपको पहचानना है. ആണ്ട്ര കള്ളടിച്ച് നടക്കുന്ന ഒരുത്തൻ അകത്ത് ദൈവം ഇരിക്കുന്ന അങ്ങോട്ട് പറഞ്ഞാലൊന്നും ദൈവത്തിനും മനസ്സിലാകത്തില്ല, മനുഷ്യനും മനസ്സിലാകത്തില്ല. दारू पीने वाला अंदर परमेश्वर है बोलने से परमेश्वर को समझ नहीं आएगा, दुनिया को समझ പുറത്തും അത് കണ്ടേ മതിയാകും. बाहर भी दिखाना पड़ेगा. യേശുവിന് ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന് ഉറപ്പാണോ? यीशु में सब कुछ था करके അണ്ട രക്തസ്രവക്കാരത്തെ സ്ത്രീയോട് ചോദിരെ, ओ लहू बहने वाला स्त्री से पूछो, അവർ പറഞ്ഞു യേശു ഇതുവഴി വരുന്നുണ്ട്, देखो यीशु यहाँ से आने वाला. അവന്റെ വസ്ത്രത്തിന് തൊങ്ങലുണ്ട്. उसका हालेलुया कपड़ा में छोर है. തൊങ്ങൽ ആരംഭരംഗത്തിൽ ഇല്ല, हालेलुया ആരംഭരംഗത്തിൽ തൊങ്ങലില്ല. शुरुआत में वो धागा नहीं निकलता. വീതിയുള്ള ഈ പട്ട ധരിച്ചുകൊണ്ട് നടക്കും. हालेलुया चौड़ा ये पट्टा बांधते हैं. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു പെശകിൽ പിടിച്ചു പോയാൽ हालेलुया जीवन में कोई गलती निकला അവിടെ കൊണ്ടവൻ തീർന്നു. उससे खत्म हो जाएगा. അതില്ലാതെ ജീവിച്ചവന് हालेलुया बिना दाग से जीने वाला വസ്ത്രത്തിന് തൊങ്ങൽ വെക്കും. हालेलुया कपड़ा में हालेलुया ഇത് छोर रखते हैं. ഇത് യഹൂദന്റെ ചരിത്രം തെളിയിക്കുന്നു. यहूदियों का इतिहास बताते हैं. യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങലുണ്ട്. यीशु का कपड़ा में छोर ഈ था. സ്ത്രീ പറഞ്ഞത് എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം स्त्री ने വരും. बताया उस कपड़ा का छोर को छुएगा तो मेरे को चंगाई मिलेगी. യേശുവിന്റെ അകത്തും പുറത്തും ഒരുപോലെ ദൈവകൃപ കാണിച്ചുകൊണ്ട് നടന്നു. यीशु का अंदर बाहर परमेश्वर का अनुग्रह दिखाता. 30 വയസ്സുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു. 30 साल में पूरा किया. 30 വർഷമാണ് സാധാരണ ഒരു യഹൂദനെ സംബന്ധിച്ച് പെർഫെക്റ്റ് എന്നൊരു സർട്ടിഫിക്കറ്റ് 30 ലഭിക്കേണ്ടത്. साल की उम्र में एक यहूदी एकदम परफेक्ट हो जाता है. അത് കിട്ടി. वो सर्टिफिकेट मिल അത് गया. കഴിഞ്ഞാണ് യോഹന്നാന്റെ അടുക്കലോട്ട് ചെല്ലുന്നത്. उसके बाद यूहन्ना का യോഹന്നാനെ ഞാനൊരു സർട്ടിഫിക്കറ്റ് ലോകത്തിൽ നിന്ന് നേടി. हालेलुया यूहन्ना में एक सर्टिफिकेट दुनिया से लिया. ഞാൻ ആരാന്നറിയാമോ? मैं कौन है मालूम है? ഞാൻ ദൈവപുത്രനാ. मैं परमेश्वर का पुत्र. ഞാൻ ഇത് ദൈവകൽപ്പന നിവർത്തിക്കാൻ मैं വന്നിരിക്കുന്നു. परमेश्वर का आज्ञा पालन करने आया. ഒരെണ്ണം ഞാൻ വിടത്തില്ല. मैं कुछ नहीं छोड़ूंगा. ദൈവകൽപ്പന നിർവഹിച്ചു. परमेश्वर का आज्ञा पालन. തുടർന്ന് ഒരു കൂട്ടം ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. कुछ चेलों को चुन लिया. എല്ലാരും ഭാര്യയും മക്കളും ഒക്കെ ആയി നടക്കുമ്പോൾ सब लोग पति पत्नी के साथ चलने वाला. യേശു തന്റെ ശിഷ്യന്മാരുമായി നടക്കുക. यीशु अपने चेलों के साथ चल रहा है. അവിടുന്ന് തെളിയിക്കേണ്ടതെല്ലാം തെളിയിച്ചു. वहां से भी सबूत जो देना दे दिया. ഞാൻ അവിടെ ഒത്തിരി നേരം നിൽക്കുന്നില്ല. वहां मैं ज्यादा देर खड़ा नहीं रहूंगा. പാപമില്ലാത്ത ജീവിത സ്വഭാവം, एक पवित्र जीवन बिना पाप का. ഒറ്റ സംഭവം ഒന്ന് തൊട്ടോട്ടെ, एक घटना में बताऊं. എക്സ്ട്രീമിറ്റിയിലേക്ക് ഞാൻ കൊണ്ടുപോവുക. हालेलुया उसका जो आखिरी में मैं पहुंचा रहा हूं. യേശുവിന്റെ വിവിധ പരീക്ഷകൾ ദൈവം അനുവദിച്ചതാ. यीशु का विभिन्न परीक्षाएं परमेश्वर अनुमति दी है. ഒരു ദിവസം തന്റെ വേശ്യാവൃത്തിയിൽ പിടിപെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ എല്ലാവരും കൂടെ കൊണ്ടുവന്നു. एक दिन एक हालेलुया व्यभिचार में पकड़ा हुए स्त्री को यीशु के पास लेके आ गए. 69ാമത്തെ വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. मैं അതുകൊണ്ട് 69 साल का मैं खड़ा हूँ. വാക്കുകൾ ക്ഷമിക്കണം. मेरा शब्द को क्षमा करिए. അനാവശ്യം ഒന്നും പറയത്തില്ലെങ്കിൽ കാര്യം വ്യക്തമാക്കും. गलत नहीं बोलूंगा. अब समझाना चाहूंगा. ആ സ്ത്രീയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കൃത്യത്തിൽ പിടിക്കപ്പെട്ടവളാണ്. उस स्त्री के बारे में लिखा हुआ व्यभिचार में पकड़ा गया. അങ്ങനെയാണെങ്കിൽ വസ്ത്രം എത്രയും കാണുമെന്ന് നിങ്ങൾക്കറിയാം. ऐसा है तो आप समझ सकता है कपड़ा कितने होगा. അതിന്റെ ഏജും അതിന് കൊള്ളാവുന്ന ഏജാ. हालेलुया उसका जवानी भी है समय में है. ശരീര സൗന്ദര്യവും അതുപോലെ शरीर का सुंदरता भी वैसे ही होगा. അല്ല, എന്റെ ആശയം ഞാൻ പറഞ്ഞത്. मैं युक्ति बताता हूँ. ഞാൻ അത്രയെ കണ്ടിട്ടില്ല. मैं उस स्त्री को नहीं देखा. ഒരു വെളിപ്പാട് ഒരിക്കൽ കണ്ടത് ഞാൻ പിന്നെ പറയാം. एक प्रकाश मैंने देखा, मैं बाद में बताऊं. ഓക്കെ, ഇതിനെയാണ് യേശുവിന്റെ അടുക്ക കൊണ്ടുവന്നത്. तो इसको यीशु के पास लेके आ गए. ഒരു ചോദ്യം, ന്യായപ്രമാണം പറയുന്നു ഇവളെ കല്ലെറിയ, അങ്ങ് എന്നാ പറയുന്നു? हालेलुया एक प्रश्न, व्यवस्था बताते उसको पत्रवाह करो, आप क्या बोल रहे हैं? യേശു അങ്ങ് കുനിഞ്ഞു यीशु झुक लिया. വിരൽ കൊണ്ട് നിലത്തെഴുതി. आप उंगली से कुछ लिखने लगा. ആ എഴുത്തിനെ കുറിച്ച് ഒരു കേൾവിയുണ്ട്. उसके बारे में बताते हैं. ഡോക്യുമെന്റേഷൻ എനിക്കൊന്നുമില്ല, मेरा कोई आधार नहीं है. പക്ഷെ അതിനെക്കുറിച്ച് ഒരു കേൾവിയുണ്ട്. एक सुना हूँ. ആദ്യം ഇങ്ങോട്ട് ഭയങ്കര മിടുക്കൻ ഇങ്ങോട്ട് കയറി വന്നല്ലോ, എറിയടാ ഇവനെ എറിയട്ടടാന്ന് ചോദിച്ചോണ്ട് വന്നത്. सबसे होशियार व्यक्ति पहले आकर के पूछा उसको पत्र भेजूं. അപ്പൊ യേശു തറയിലോട്ട് എഴുതിയത് यीशु ने नीचे लिखा 1990 ജനുവരി മാസം 3-ാം തീയതി. हालेलुया 1990 जनवरी 3 तारीख को അവൻ ഇത് കണ്ടു. हाँ देख लिया. എടാ അന്ന് ഞാൻ ഇതേ പാപം ചെയ്തത്. उसी पाप में उस दिन किया था. അവൻ കല്ല് താഴെ ഇട്ട് പുറകെ കൂടെ അങ്ങ് മാറി. पत्र छोड़ करके पीछे चले गए. അപ്പോഴാണ് രണ്ടാമൻ കയറി വരുന്നത്. तो दूसरा आया. അവൻ എഴുതിയിരുന്ന 1930 ജനുവരി 7. उसे बोला 1930 जनवरी 7. ആ ദിവസം എനിക്ക് മറക്കാനൊക്കെ. अरे वो दिन भूल नहीं सकता. ഒരു മോഷണ കേസിൽ ഞാൻ പിടിപെട്ടവൻ. मैं एक चोरी में पकड़ा गया. അവനും കല്ല് താഴെ ഇട്ട് പോയി. वो भी पत्र में नीचे डाल के ഓരോന്നിന്റെ ഹിസ്റ്ററി തമ്പുരാൻ എഴുതിക്കോ. एक इतिहास प्रभु ने लिखा. എറിയാൻ വന്ന മുഴുവൻ പേരുടെയും ചരിത്രം യേശു തീയതി എഴുതി വെച്ചു. फेंकने वाले का हर एक का इतिहास यीशु ने लिख दिया. അവന്മാർ പറഞ്ഞു യവന്റെ അടുക്കൽ പണി നടക്കില്ല. अब उनको समझ में आ गया यीशु इसके पास ये नहीं चले. എല്ലാവരും കല്ല് താഴെയിട്ട് സ്ഥലം വിട്ടു. सब लोग पत्थर फेंक करके चले गए. ശിഷ്യന്മാരാണെങ്കിൽ പണ്ടേ ഓടി. चले लोग तो पहले चले गए. കാരണം രണ്ടെണ്ണം ഇടിമക്കളാ. 2 जन हालेलुया गर्जन का पुत्र है. കിട്ടിയാൽ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്നതാ. मिलने से मारेगा बोलने वाला. നമുക്കറിയാം പലതും. हमको बहुत मजबूत मालूम है. മീൻപിടുത്തക്കാരല്ലേ,
मछली पकड़ने वाला है, കടലിൽ കിടന്നതല്ലേ? समुद्र में जिया। മറ്റൊരു പുള്ളി മത്തായിയും ഒക്കെ ഈ ചുങ്കം പിരിച്ച് നടന്നതല്ലേ? दूसरा ये मत्ती जो है वो चुंगी लेने वाला है। ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമാണ്. इनका सब बैकग्राउंड बेकार है, മൊത്തം പോയി. बेकार गया। ഒടുവിൽ സ്ത്രീയും ശേഷിച്ച് യേശു ശേഷിച്ചു. आखिर में स्त्री और यीशु हालेलुया बच गया। യേശു തല ഉയർത്തി ആ സ്ത്രീയെ നോക്കി. यीशु हालेलुया सिर उठा करके स्त्री को देखा। പാർട്ടി ആരാണെന്ന് ആദ്യമേ നമ്മൾ വിശദീകരിച്ചു. कौन है करके उनको पहले बता दिया, അടുത്തെങ്ങും ആരുമില്ല. और कोई नहीं है। യേശു ആ സ്ത്രീയോട് പറഞ്ഞ എന്നാന്നറിയാമോ? स्त्री से क्या बोला मालूम? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? कोई तुमको दंड नहीं दिया? എനിക്കൊന്ന് 99% ആളുകളാണെങ്കിലും ഞാനല്ലേ നിന്നെ രക്ഷിച്ചത്, എന്നോടൊരു കടപ്പാടുണ്ടെന്നെങ്കിലും പറയത്തില്ലേ? आज 99% लोग भी बोलेगा मैं तुमको बचाया, मेरे ऊपर तेरा उत्तरदायित्व है, എനിക്ക് നിന്നോട് ഇഷ്ടമായോണ്ട് നിന്നെ വിടിവിച്ചേ. मैं तुझे पसंद करता है इसलिए मैं छुड़ाया। യേശു ഇതൊന്നും പറഞ്ഞില്ല. यीशु कुछ नहीं बोला। യേശു പറഞ്ഞു यीशु ने बोला ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, मैं भी दंड नहीं दे रहा, ക്ഷമിച്ചിരിക്കുന്നു. क्षमा करिए, പക്ഷെ എന്റെ കണ്ടീഷൻ പറയാം, मगर एक शर्त, മേലെ പാപം ചെയ്യും. आगे पाप नहीं करना। കൃപ ക്ഷമിക്കുന്നതാ. हालेलुया अनुग्रह क्षमा देता है, കൃപ നാളത്തേക്ക് വാണിംഗ് കൊടുക്കുന്നതാ. अनुग्रह कल के लिए एक सावधानी भी देता है, കൃപ പാപത്തിൽ നിന്ന് വിടിവിച്ചതാ. अनुग्रह पाप से छुड़ाने वाला है, കൃപ പാപം ചെയ്യാതിരിക്കാൻ കൽപ്പിക്കുന്നതാ. अनुग्रह पाप नहीं करने के लिए आज्ञा देने वाला है। യേശു കൃപ തോന്നി അവളെ വിട്ടയച്ചു. यीशु अनुग्रह दिखा करके उसको छोड़ा, അവിടെ പാപത്തിന്റെ ചിന്ത തന്നിലൂടെ ഇല്ല. उसमें पाप का विचार नहीं आया। മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. मोह जन्म लेने के लिए शरीर के लिए सोचना है। എന്റെ കണ്ണ് ഞാൻ സാത്താന് കൊടുക്കത്തില്ല. मेरा आंख में शैतान को नहीं दूंगा, അവൻ എന്റെ അവയവങ്ങൾ വേണം. मेरा वो अंग चाहते हो, അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഒരു ലീഗൽ ബോഡി വേണം. उसको कुछ करना है तो एक कानूनी के शरीर चाहिए। എന്റെ കയ്യിൽ ലീഗൽ കണ്ണുണ്ട്, मेरे पास कानूनी का आंख है, പക്ഷെ അവന് ഞാൻ കൊടുക്കത്തില്ല. मैं उसको नहीं दूंगा, അത് ഞാൻ ദൈവത്തിന് മാത്രമേ वो സമർപ്പിച്ചു. परमेश्वर के लिए समर्पण किया, ഇത് വേറൊരുത്തന്റെ പോകത്തില്ല. ये दूसरे पास नहीं जाएगा। ജീവിതം തെളിയിച്ച യേശു. जीवित सबूत देने वाले यीशु, അതങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമയമാകും. अब वो बोलते ही हमारा समय पूरा हो जाए। ജീവിതം തെളിയിച്ച യേശു जीवन सबूत देने वाले यीशु ഒരു ദിവസം തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. एक बार चेलों को बुलाया, വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മേൽ ഒന്ന് ഊതാൻ പോവാ. मैं तुझे तेरे ऊपर फूकने वाला हूं। പണ്ട് ആദമിന്റെ മേൽ ഊതിയത്. पहले आदम के ऊपर फूकने ഇന്നലെ वाला। ഞാനൊന്ന് തൊട്ട് ഒരാൾ ഒരു സംശയം ചോദിച്ചു, मैं कल बोला एक किसी ने संदेह पूछा, ആദമിന്റെ മേൽ ഊതിയത് പരിശുദ്ധാത്മാവിനെ ആയിരുന്നോ എന്ന്. आदम के पार वो फूकने वाला पवित्र आत्मा था क्या, कोई पूछा? അല്ല, മനുഷ്യാത്മാവിനെ. नहीं, मनुष्य आत्मा का। ഞാൻ ആവർത്തിച്ചെടുത്ത് പറഞ്ഞു, മനുഷ്യാത്മാവൊന്നും അന്ന് വരെ ഇല്ല, അതുകൊണ്ട് അതിനെ സൃഷ്ടിച്ചെന്ന്. मैंने पहले बताया मनुष्य आत्मा पहले नहीं था, उसको बनाया इसलिए। അങ്ങനെ മനുഷ്യാത്മാവിനെ സൃഷ്ടിച്ചാണ് ആദമിനകത്ത് ഊതിയത്. मनुष्य आत्मा को बना करके आदम में फूका, പക്ഷെ അത് ആകെപ്പാടെ അങ്ങ് കേടായി. मगर वो खराब हो गया। അവിടെ പിശാചിട്ട് ഇടിച്ചു, ഇവിടെ പിശാചിട്ട് തൊഴിച്ചു, അവിടെ ഇട്ട് വെട്ടി കുത്തി, ഇതങ്ങ് ഊർദ്ധശ്വാസം വലിച്ചില്ലാതിരിക്കുക. और शैतान ने तंग किया, पीड़ा दिया, वो नाश हो गया। ആത്മാവ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, आत्मा नहीं है करके नहीं बोला, മനുഷ്യാത്മാവ് ഉണ്ട്. मनुष्य आत्मा है, ആ മനുഷ്യാത്മാവ് ദുഷ്ടാത്മാവിന് അധീനമായി പോയി. वो मनुष्य आत्मा दुष्ट आत्मा का अधीनता में हो गया। യേശു പറഞ്ഞു, ഈ സാഹചര്യത്തിൽ इसी अवस्था में यीशु ने बोला പരിശുദ്ധാത്മാവിന് മാത്രമേ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കൂ. पवित्र आत्मा ही तुमको वापस लेके आ सकता അങ്ങയുടെ മേൽ ഊതപ്പെട്ട ദൈവാത്മാവ്, है। हालेलुया तुम्हारे ऊपर സോറി മനുഷ്യാത്മാവ് मनुष्य फूका गया, मनुष्य आत्मा മുറിവേറ്റ് തകർന്ന് हालेलुया पीड़ित हो गए, घायल हो गए, മനസാക്ഷിയുടെ കോടതിയിൽ വിസ്തരിക്കപ്പെട്ട് विवेक का हालेलुया न्यायालय में दोषी ठहराया गया। തകർന്നുപോയ സാഹചര്യത്തിൽ नाश किया हुआ अवस्था में ഇതിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ उससे बाहर आना है तो പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ ഊതിയേ മതിയാകും. पवित्र आत्मा तेरे ऊपर फूकना जरूरी है। മനുഷ്യാത്മാവിന് ഒറ്റയ്ക്ക് നടക്കാൻ ഒക്കത്തില്ല. मनुष्य आत्मा अकेला नहीं चल सकता, ഒന്നുകിൽ ഇതിന് പൈശാചിക ഒരു ശക്തി വേണം, एक ही तो शैतान की शक्ति चाहिए, ഇല്ലെങ്കിൽ ഇതിന് ദൈവശക്തി नहीं तो വേണം. परमेश्वर की शक्ति चाहिए। അതുകൊണ്ട് ഞാനൊന്ന് ഊതാൻ പോവാ. इसलिए मैं फूकने वाला। ആദമിന്റെ മേൽ ഊതിയ ഊത്തിന്റെ ഒരു ആവർത്തനം. हालेलुया आदम के ऊपर फूकने वाला उसका दोहराना। അന്ന് ഊതിയത് മനുഷ്യാത്മാവാ, उस दिन मनुष्य का आत्मा को फूका, ഇന്ന് ഞാൻ ഊതുന്നത് आज പരിശുദ്ധാത്മാവാ. मैं पवित्र आत्मा को फूक रहा ഇത് നിങ്ങളുടെ അകത്തൊന്ന് കേറിയാ हूं। ये तुम्हारे अंदर घुसेगा, പോയ ശക്തി തിരിച്ചു വരും, जो शक्ति गया वापस आ जाए, പോയ അധികാരം തിരിച്ചു जो വരും, अधिकार चले गए वापस आ പോയ जाए, ദൈവകൃപ തിരിച്ചു വരും. जो परमेश्वर का अनुग्रह चले गए ഞാൻ वापस आ നിങ്ങളുടെ जाए। മേലൊന്ന് ഊതാൻ പോകാം. मैं तुझे फूकने वाला हूं। നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, तुम मुझे नहीं चुना, ഞാൻ നിങ്ങളെ मैं തെരഞ്ഞെടുത്തതാ. तुझे चुन लिया। ഞാൻ നിങ്ങളെ ചിലതിന് വേണ്ടി നിയമിച്ചിരിക്കുകയാ. मैं कुछ काम के लिए तुमको नियुक्त किया। ഈ ഊത്ത് ആ നിയമിക്കപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ. हाल ये फूकना जो है सिर्फ नियुक्त किए लोगों को है। എന്റെ അധികാരം കൊണ്ട് നടക്കുവാൻ, मेरा अधिकार लेकर चलने എന്റെ के लिए, ശക്തി കൊണ്ട് मेरा നടക്കുവാൻ सामर्थ लेकर चलने के ഞാൻ लिए നിങ്ങളുടെ മേലൊന്ന് ഊതാൻ मैं പോകാം. तुझे फूकने वाला हूं। യേശു തന്റെ ശിഷ്യന്മാരുടെ മേലൊന്ന് यीशु ഊതി. अपने चेलों को फूका। ഇനി ഞാനൊന്ന് തിരിച്ചു अभी मैं वापस आ रहा हूं। ഒടുവിൽ യേശു സാത്താനെ ഒടുക്കേണ്ടതിന് വില മുടക്കി. हालेलुया यीशु शैतान को हालेलुया खत्म करने के लिए कीमत दे दिया। കാൽവരിയിൽ മരിച്ചു. हालेलुया गोलगोथा में मर गया। മരിച്ച ഉടനെ യേശുവിന്റെ ആത്മാവ് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് മാറി. मरा तो यीशु का आत्मा यीशु का शरीर से चले गए। യേശുവിന്റെ ആത്മാവ് നേരെ പാതാള ലോകത്തിലെത്തി. यीशु का आत्मा अधोलोक में चले गए। അവിടെ ചെന്ന് പാതാളത്തിന്റെ യജമാനനെ പിടിച്ചു. वहां जाकर अधोलोक का मालिक को पकड़ लिया। അവർക്ക് പല പേരുകളുണ്ട്, उसका अलग अलग नाम है, അതെല്ലാം കൂടെ ഞാൻ തൊടാൻ വരുന്നില്ല. अभी सब नहीं बता रहा हूँ। സാത്താന്റെ ബൈബിളിൽ അതുണ്ട്. शैतान का बाइबल में है।
പഴയ ചരിത്രത്തിലുണ്ട്. पुराने इतिहास में है. ഇപ്പം അങ്ങോട്ട് രണ്ടിടത്തോട്ടും പേരുകളിലേക്ക് പോകുന്നില്ല. अभी नाम में नहीं जा रहा हूँ. മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരി मृत्यु का और अधोलोक का अधिकारी രണ്ടെണ്ണത്തെ പിടിച്ചു നിർത്തി. दो को पकड़ लिया. ഇതിനെ രണ്ടിനും രണ്ടായിട്ട് തന്നെയാണ് സാത്താന്റെ ബൈബിൾ പറയുന്നത്. ये दोनों को दो हालेलुया शैतान बताते हैं. രണ്ടിനോട് പറഞ്ഞ് താക്കോൽ വെക്കടാ. और दोनों से बोला कुंजी ഇത്രയും നാൾ कुंजी നീ ഇതിന്റെ അധികാരം കൊണ്ട് നടന്നു. अभी तक तो उसका अधिकार चला है. ഇപ്പോഴും നിന്റെ ഒരുപാട് അധികാരങ്ങളുണ്ട്. अभी तेरे पास बहुत अधिकार है. അത് മുഴുവനും കൂടെ ഞാൻ പിടിച്ചു പറിക്കുന്നില്ല. मैं सब नहीं ले रहा हूँ. പക്ഷെ ഈ രണ്ടെണ്ണം തൽക്കാലം ഞാൻ എടുക്കുക. ये दो अधिकार चाबी में ले रहा हूँ. വെക്ക് രണ്ടെണ്ണം. दोनों कुंजी नीचे रखो. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ मृत्यु का अधोलोक का कुंजी हाथ में ले लिया. കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. उसे हाथ से ले लिया. താൻ തന്റെ കല്ലറയ്ക്കൽ മടങ്ങി വന്നു. हाल अपना कब्र में वापस आया. പിതാവിന്റെ അടുക്കലെത്തി. पिता के पास पहुंच गया. പഴയ നിയമ സഭയിൽ നിന്നും പാതാളത്തിൽ കിടന്നിരുന്നവരെ അവിടെ കൊണ്ട് കാണിച്ചു. पुराना हालेलुया कलीसिया में जो अधोलोक में पड़ा था उनको वहां पहुंचा दिया. പിന്നെ വിശദീകരിച്ചോളാം. फिर उसको हालेलुया मैं व्याख्या दूंगा. പിതാവിനോട് പറഞ്ഞു, पिता से बोला, പിതാവേ, पिताजी ഈ ഇതുങ്ങളെ കണ്ടോ, ഇവരെ കൊണ്ടൊരു പെർഫെക്റ്റ് സഭയൊക്കത്തില്ല. इनसे देखो, इनसे एक परफेक्ट संपूर्ण कलीसिया नहीं साबित की. എനിക്ക് അനുരൂപമായ ഒരു മുഖം ഇവർക്ക് ആർക്കും ഇല്ല. मेरा अनुरूप में एक मुख नहीं इनका. ഞാൻ ആരാ? मैं कौन हूँ? ഞാൻ നിത്യതയിലെ ദൈവം. मैं अनंत काल का परमेश्वर. എനിക്ക് കൊള്ളാവുന്ന ഒരു മണവാട്ടി പഴയ നിയമത്തിൽ ഇല്ല. मेरे लिए लायक एक दुल्हन पुराने नियम में नहीं है. ഇത് വേണമെങ്കിൽ ये चाहिए तो അങ്ങയുടെ ആത്മാവ് ഭൂമി പോണം. आपका आत्मा पृथ्वी पर जाना पड़ेगा. പണ്ട് എൻ്റെ മേൽ അങ്ങ് തന്ന ആത്മാവ്, पहले आपने जो मेरे ऊपर दिया हुआ आत्मा, ഞാൻ ആ ഭൂമിയിൽ കൊണ്ടു നടന്ന ആത്മാവ് मैं पृथ्वी पर लेके चलने वाला आत्मा, ഇവരുടെ മേൽ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. इनके ऊपर उतरना जरूरी है. ഞാൻ അതിന് അവരുടെ മേലൊന്ന് ഊതിയിട്ടുണ്ട്. मैं उसके लिए फूका जरूर है. ഞാനത് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. मैं वायदा दिया है. ശിശുവിൽ വന്ന് മകൻ നൽകപ്പെട്ട എത്ര കാലം കഴിഞ്ഞാ ശിശുവിലൂടെ ജനിച്ചത്? हालेलुया. बेटा वायदा करने के बाद कितने साल के बाद शिशु से उत्पन्न हुआ. വാഗ്ദത്തം കൊടുക്കുന്ന അന്ന് നിവർത്തിക്കുന്നില്ല. वायदा देने के तुरंत पूरा नहीं होता. ഞാൻ അവരോട് അങ്ങയുടെ വാഗ്ദത്തം मैं പറഞ്ഞിട്ടുണ്ട്. आपका वायदा उनको बताया है. അതിപ്പോൾ നിവർത്തിക്കണം. अभी पूरा करिए. അതുകൊണ്ട് ഈ ആത്മാവിനെ അങ്ങോട്ട് अभी അയക്കണം. ये आत्मा को वहां भेजिए. ഞാനൊന്ന് പറയട്ടെ ഒരു കാര്യം. मैं एक बात बताऊं. പിതാവ് ചോദിച്ചെന്നിരിക്കട്ടെ, पिता ने पूछा होंगे, എടാ അതിന് ആത്മാവ് ഞാൻ നിന്റെ മേലങ്ങ് തന്നില്ലേ? आत्मा तो मैं आपका हाथ में दिया है, നീ आपको എന്റെ ऊपर दिया. നീ എന്റെ ആത്മാവിലല്ലേ നടന്നത്? मेरा आत्मा में तू चला है. പിതാവ് ഇതിനിടയ്ക്ക് ഒരു സംഭവം നടന്നു. पर इसके बीच में एक घटना हुआ. അത് ഇങ്ങനെ ഒരു നാടകീയമായിട്ട് പുട്ടപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ പൊടി एक കൊണ്ടുവന്നത്. नाटकीय रूप में मैं प्रकट करूंगा. ഞാൻ ക്രൂശിൽ വെച്ച് ഏറ്റവും ഒടുവിൽ क्रूस में मैं आखिरी में നിവർത്തിയായി എന്ന് ഡിക്ലെയർ ചെയ്തേച്ച് हालेलुया पूरा हो गया करके घोषणा करने के पश्चात ഒരു ഊത്തൂതിയത് ഓർക്കുന്നു. एक मैं फूका. പ്രാണനെ വിട്ടെന്ന് हालेलुया प्राण छोड़ दिए. അതിഞ്ഞ് തന്നു. हालेलुया मैं आपको दे दिया, पिता को दे ഗേവ് दिया. ഓഫ് ദ സ്പിരിറ്റ്. हालेलुया मैंने आत्मा को दे दिया. തന്റെ മേൽ പകർന്നിരുന്ന ആത്മാവിനെ, उसके ऊपर उंडेला हुआ आत्मा को, മനസ്സിലാകുന്നുണ്ടല്ലേ? समझ में आ रहा है ना? തന്റെ മേൽ പകർന്നിരുന്ന ആത്മാവിനെ उसके ऊपर उंडेला हुआ आत्मा തന്റെ को മരണസമയത്ത് उसका मृत्यु के समय ഈ में ഭൂമിയിലെ തന്റെ ദൗത്യം നിർവഹിച്ച ശേഷം मृत्यु का काम पूरा करने के पश्चात പിതാവിന്റെ തിരിച്ചേൽപ്പിച്ചു. पिता के हाथ में वापस दे പിതാവെ, ഞാൻ അന്ന് ഊതിയ ഊത്ത് ഓർമ്മയുണ്ടോ? കാൽവറിന്ന് दिया. मैं कालगुरी से जो फूका हुआ फूक आपको याद है? ആ ഭാഗം ഓർക്കുന്നു? आप याद कर रहे हैं? മത്തായിയുടെ സുവിശേഷത്തിൽ मत्ती सुसमाचार യേശു കാൽവറിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ यीशु कालवरी में टंगा हुआ अवस्था में നിവർത്തിക്കേണ്ട സകലതും നിവർത്തിച്ച सब कुछ ശേഷം, पूरा करने के बाद നിവർത്തിയായി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ശേഷം, पूरा हो गया करके बताने के पश्चात ഉറക്കെ കരഞ്ഞ് वो जोर से रोया. ഗേവ് ഓഫ് ദ സ്പിരിറ്റ്, वो आत्मा को दे दिया. ആ ആത്മാവിനെ ഇങ്ങ് തിരിച്ചു തന്നെ ഓർക്കുന്നു. वो आत्मा को वापस दिया, आपको मालूम है? അതിനെ കൊടുക്കണം. उसको भेज दीजिए. എന്നെ നടത്തിയ ആത്മാവ് मुझे चलाने वाला आत्मा മറിയയുടെ ഉള്ളിൽ ഞാൻ ഉരുവായി പുറത്തു വരുമ്പോൾ अब मरिया के अंदर में उत्पन्न होकर बाहर आया. എന്നിൽ വ്യാപരിച്ച മനുഷ്യാത്മാവിനോടും मुझ में हालेलुया फैलने वाला मनुष्य का आत्मा ആണ്ട യോർദാനിൽ വെച്ച് और जोरदान नदी में എന്റെ മേൽ പകർന്ന ദൈവാത്മാവിനോടും मेरे ऊपर उंडेला हुआ परमेश्वर का आत्मा को, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് ये दोनों एक साथ मिलकर ദൈവസന്നിധിയിൽ ഞാൻ ചെയ്ത ആ പെർഫെക്റ്റ് ക്രിയയെ ഓർത്ത് परमेश्वर का सम्मुख मैंने किया हुआ वो पूरा काम को ആ याद करते हुए ആത്മാവിന്റെ പൂർണ്ണതയെ वो आत्मा का पूर्णता को ഇവരുടെ മേലൊന്ന് इनके ഊതണം. ऊपर उंडेले. പിതാവ് പുത്രനോട് പറഞ്ഞു, पिता पुत्र से बोला, എത്ര പേർമേൽ വേണമെന്ന് പറയടാ. कितने ऊपर लोगों को ऊपर चाहिए? ഓ എന്റെ കർത്താവ് യേശു പറഞ്ഞു കാണും, ഞാനാണ് രണ്ട് കൈയും രണ്ട് കാലും രണ്ട് कണ്ണും കൊണ്ടാണ് നടന്നത്. हालेलुया यीशु बोला होगा, मैं 2 हाथ 2 आंख 2 पाँव से चला. ഞാൻ യെരുശലേമിന്റെ വട്ടത്തിലേ പോയിട്ടുള്ളൂ. मैं सिर्फ यरूशलेम में गया. എനിക്ക് ഇന്ന് വേണ്ട ലോകത്തിന്റെ അറ്റത്തോളം പാന. आज मुझे पृथ्वी का छोर तक जाना है. ഒരു 10,000 കാലും, और 10,000 पाँव, ഒരു 10,000 കൈയും, 10,000 हाथ, ഒരു 5,000 തലയും एक 5,000 सिर, ഉള്ള ഒരു ശരീരം എനിക്ക് ऐसे വേണം. एक शरीर मेरे चाहिए. അതുകൊണ്ട് മാത്രമേ ഇന്ന് ശമരിയയിലും ചുറ്റുവട്ടത്തൊന്നും എത്താനൊക്കത്തുള്ളൂ. ऐसे ही शमरिया में आज जा सकता मैं. തമ്പുരാൻ പറഞ്ഞു, പിടിച്ചോ. परमेश्वर ने बोला लो. കർത്താവേ, ഇന്ന് ഒരു 120 പേര് കൂടിയിരിപ്പുണ്ട്. आज एक 120 जन का झुंड बैठा ആ हुआ. 120 പേരുടെ മേൽ ഒന്ന് ഊതണം. वो 120 के ऊपर उंडेल. ഓർമ്മയുണ്ടോ? आपको याद है? 240 കയ്യ്, 240 हाथ, 240 കാല്, हालेलुया 240 पाँव, 120 തല,
120 सिर 120 വ്യക്തികൾ 120 व्यक्ति തണ്ട് ഒരുമിച്ചിരിക്കുക. एक साथ बैठा हुआ, അവരുടെ നടുവിലേക്ക് ഒരൊറ്റ ഊത്ത്, उनको ऊपर बीच में फूका, കൊട്ടിയ കാറ്റടിക്കുന്നത് പോലെ वहाँ एक आंधी का गूंजने का आवाज ഒരൊറ്റ आया, മുഴക്കം. एक गूंजने का आवाज, മാളിക മുറി മുഴുവൻ നിറഞ്ഞു. अटारी पूरा भर गया. മോനെ, പണ്ട് ആദമിന്റെ അകത്ത് നിറഞ്ഞത് देखो पहले आदम के अंदर भरने वाला പിന്നൊരിക്കൽ ക്രിസ്തുവിൽ വ്യാപരിച്ചത് और मसीह में फैलने वाला ഇന്ന് തന്റെ ശരീരത്തിലേക്ക് പോകുകയാണ്. अपना शरीर में आ रहा है. മോനെ, നിന്റെ ശരീരം കാൽവറിയിൽ തറയ്ക്കപ്പെട്ടെങ്കിൽ आज तेरा शरीर कालवरी में अगर तू नाश किया गया ഞാൻ तो നിനക്ക് വേറൊരു ശരീരം തരാൻ പോകുക. तेरे लिए एक नया शरीर दे रहा हूँ. ഇവിടെ ഒരു പ്രത്യേകത ഓർത്തോണം. एक विशेषता याद करने हैं. ആരുടെ ശരീരമാണ് കാൽവറിയിൽ തകർക്കപ്പെട്ടത്? किसका शरीर कालवरी में नाश किया गया? ക്രിസ്തുവിന്റെ അല്ല, യേശുവിന്റെ ശരീരം. मसीह का नहीं, यीशु मसीह, यीशु का, യേശുവിന്റെ ശരീരം यीशु का കാൽവറിയിൽ തറയ്ക്കപ്പെട്ടെങ്കിൽ गोलगोथा में नाश किया तो ഉയർക്കുന്ന ശരീരം जी उठने वाला शरीर യേശുവിന്റെ ശരീരമല്ല, यीशु का शरीर नहीं है, ക്രിസ്തുവിന്റെ ശരീരമാണ്. मसीह का शरीर है. ക്രിസ്തുവിൻ സഭ ശരീരമാകുന്ന സഭ मसीह का शरीर रूपी कलीसिया. അന്ന് 120 പേരായി. हाँ, उस दिन 120 थे. ഒരൊറ്റ ഊത്ത് 120 പേരുടെ മേൽ तो 120 के ऊपर फूका, അവർ ശക്തി ലഭിച്ചവരായി. उस सामर्थ पाकर പിറ്റേ ദിവസം രാവിലെ തന്നെ അടുത്ത ദിവസം പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെന്നു. दूसरा दिन पतरस और यूहन्ना मंदिर में पहुंच गए. അവിടെ ഇരിക്കുന്നവനായ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. वहाँ एक लंगड़ा भिखारी बैठा हुआ. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായവന്റെ കയ്യെ കയറി പിടിച്ചു. हालेलुया, माँ का गर्भ से लंगड़ा उसका हाथ में पकड़ लिया. ഞങ്ങളുടെ ഒരു കാര്യം, का नाम യേശുവിന്റെ അധികാരം എന്നാണ് यीशु का വാക്കിന്റെ अधिकार അർത്ഥം. वाला नाम, അത് എന്റെ മേൽ वो मेरे നൽകപ്പെട്ടു. ऊपर दिया गया, അതുകൊണ്ട് എഴുന്നേര്. इसलिए खड़ा हो जा. പത്രോസിന്റെ ഒരു കൈ കൊണ്ട് പിടിച്ചൊന്ന് പൊക്കി. हाँ, पतरस के एक हाथ से उसको खड़ा किया. 120 പേരിലൂടെ ആരംഭിച്ചത് 120 से शुरू हुआ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് 5000 कुछ दिन വ്യാപിച്ചു. के पश्चात 5000 हो गया. 10000 കൈയും 10000 കാലുമായി. 10,000 हाथ और 10,000 पाँव बन गया. കാലത്തിന്റെ പോക്കിൽ जैसे समय पूरा हो गया അവിടെയും ഇവിടെയും വേണ്ടടത്തൊക്കെ और जहाँ जहाँ चाहिए ഈ ശക്തി വ്യാപരിക്കാൻ ये തുടങ്ങി. सामर्थ फैलने लगे. ഒരു ദിവസം കൊർനെല്യോസിന്റെ ഭവനത്തിൽ एक दिन कोर्नेलियुस के घर में ജാതികളുടെ ഇടയിലെ സഭയുടെ സ്ഥാപനത്തിനായി अन्य जाति का कलीसिया स्थापना के लिए ഒരാത്മ വ്യാപാരമുണ്ടായി. एक आत्मा का प्रकटीकरण हुआ. എങ്ങനെയാ ഉണ്ടായത്? कैसे फैला? ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ आदि में हमारे ऊपर जैसे ഇന്ന് उंडेला, ഇവരുടെ മേൽ ഇറങ്ങുന്നത് കാണുന്നു. आज इनको ऊपर उंडेलते हुए അവിടെയും ഇവിടെയും ദൈവത്തിന് ആവശ്യം വരുമ്പോൾ जहाँ जहाँ परमेश्वर को ഓരോ चाहिए ഊത്തൂതാറുണ്ട്. एक बार फूकते हैं. മണ്ണിൽ നിന്നെടുത്ത मट्टी से लिया हुआ ഭൂമിയുടെ അധികാരമുള്ള पृथ्वी पर अधिकार रखने वाला ദൈവത്തിന്റെ സാദൃശ്യം പുലർത്തുന്ന परमेश्वर का समान रखने എന്റെയും वाला നിങ്ങളുടെയും മേൽ मेरे और आपके ऊपर ആദാമിന്റെ കാലം മുതൽ आदम का समय से സാത്താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ शैतान ने जो नष्ट किया है, ആത്മാവിന്റെ അധികാരം കെടുത്തി കളഞ്ഞ आत्मा का अधिकार जो ആ नष्ट किया, ശരീരത്തിന്റെ റിസ്റ്റോറേഷന് വേണ്ടി, वो शरीर का सुधार करने के लिए, അധികാരത്തിന്റെ മടങ്ങിവരവിന് വേണ്ടി, अधिकार का वापसी के लिए, ആത്മാവിന്റെ പ്രയോജനത്തിന് വേണ്ടി आत्मा के इस्तेमाल के लिए ഊതപ്പെടുന്ന ദൈവശക്തി फूका जाने वाला परमेश्वर का ഇന്ന് सामर्थ നിങ്ങളുടെ മേൽ ഇറങ്ങി आज വരട്ടെ. आपको ऊपर उतर के आने वाला है. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? आमीन, आमीन. ഇത് ഇടയ്ക്കിടയ്ക്ക് ഊതാറുണ്ടെന്ന്. ये बीच ഇടയ്ക്കിടയ്ക്ക് बीच में ഊതാറുണ്ട്. फूकता है. ഇത് ബീഹാറിൽ ഊതണം പാസ. ഇത് ബീഹാറിൽ ഊതും. हाँ, बिहार में, छत्तीसगढ़ में फूकेगा, ഛത്തീസ്ഗഡിൽ പോയിരിക്കും. छत्तीसगढ़ में जाएगा, ഇത് എംപിയിൽ ये വ്യാപരിച്ചിരിക്കും. मध्य प्रदेश में फैलेगा, ഇത് കർണാടകത്തിൽ ये कर्नाटक में ചലിച്ചിരിക്കും. फैलेगा, ഇത് ബാംഗ്ലൂരിനെ ये ഇളക്കിയിരിക്കും. बैंगलोर को हिलाएगा, ഇത് ലോകത്തെ ये കുലുക്കിയിരിക്കും. दुनिया को हिलाएगा. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, यहाँ बैठने वाला നിങ്ങൾ परमेश्वर, വന്നിരിക്കുന്ന ഇടങ്ങളിലേക്ക് आप जहाँ ഈ ശക്തി വഹിച്ചുകൊണ്ട് പോകുവാൻ सामर्थ लेके जाने के ദൈവം लिए നിങ്ങളെ വിളിക്കുക. परमेश्वर आपको बुला रहे हैं. Praise the Lord. നമുക്ക് 10:15 വരെ പോകാം അല്ലേ? हाँ, 10:15 बजे तक जाते हैं. ഞാൻ ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. मैं उसमें हालेलुया व्याख्या के लिए उतरेगा. കാലത്തിന്റെ പോക്കിൽ समय जैसा पूरा हो गया, ശക്തിയൊക്കെ കിട്ടു. हालेलुया सामर्थ खत्म हो गया, എല്ലാം പഴയ പോലെയായി. सब पुराना जैसा हो गया. എല്ലാവരും കള്ളും കുടിക്കും. എല്ലാവരും പിക്ചർ അന്നില്ല, നാടകത്തിന് പോകുന്ന ഒരു കാലമാണ്. सब लोग दारू पीते हैं, नाटक के लिए जाते हैं. അന്നാണ് ആത്മാവിന്റെ അടുത്ത വീഴ്ച തുടങ്ങുന്നത്. तो परमेश्वर का आत्मा फिर फूका गया. ആത്മമണ്ഡലത്തിൽ അതിനെ ഹോളിനെസ് മൂവ്മെന്റ് എന്ന് വിളിക്കും. हालेलुया आत्मिक क्षेत्र में उसको होलीनेस मूवमेंट, ഒരു ഹോളിനെസ് മൂവ്മെന്റ് ആരംഭിച്ചു. एक पवित्रता का एक झुंड शुरू എന്റെ हुआ ഓർമ്മയിൽ ഏറെക്കുറെ 16-ാം നൂറ്റാണ്ടിലല്ലേ? लगभग 16 सदी में. അല്ലേ? हाँ, ഒരു ഹോളിനെസ് മൂവ്മെന്റ് ആരംഭിച്ചു. एक पवित्रता का झुंड शुरू हुआ 16 सदी में. അതിനകത്തുനിന്ന് പല സഭാ വിഭാഗങ്ങൾ പുറത്തു വന്നു. उसमें से अलग अलग कलीसिया प्रकट हुआ. അവരുടെ ജനറൽ പോളിസി ഇത്രേ ഉള്ളായിരുന്നു. उनका एक जनरल सामाजिक इच्छा ये था. ആദ്യത്തിൽ പറഞ്ഞു ബിഷപ്പന്മാരും അച്ഛന്മാരും കള്ളു കുടിക്കരുത്. पहले बताया गया बिशप लोग और फादर लोग दारू नहीं पीना, ബാക്കിയുള്ളവനൊക്കെ എന്തെങ്കിലും കാണിക്കട്ടെ. बाकी लोग कुछ भी करने दे. നിങ്ങൾ നാടകത്തിന് പോകരുത്. आप लोग नाटक के लिए नहीं നിങ്ങൾ जाना, വ്യഭിചാരശാലയെ आप കയറരുത്. लोग वेश्यालय में नहीं जाना, ബാക്കിയുള്ളവൻ എന്തും ചെയ്യട്ടെ. बाकी कुछ भी करने दे. ഇച്ചിരൂടെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനവർ ആധാരമായിട്ട് എടുത്തത് ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്ന ലേവ്യർ മദ്യം കഴിക്കരുത് എന്നുള്ള പ്രമാണമാണ്. उसके लिए आधार था कि पुराने नियम में सेवकाई करने वाले लेवी लोग दारू नहीं पीना. പക്ഷെ അത്രയും വിശുദ്ധ സഭയിലോട്ടായ ഉടനെ, जब उतना पवित्रता ये आ गया, ബൈബിൾ പ്രമാണത്തിലേക്ക് അത്രയും കയറിയ ഉടനെ बाइबल का व्यवस्था में उतने लोग जब आया, പരിശുദ്ധാത്മാവ് അടുത്ത പടി വെളിപ്പെടുത്തി. पवित्र आत्मा अगला स्तर को प्रकट किया. അവർ പറഞ്ഞു നിങ്ങൾ പുതിയ നിയമത്തിൽ എല്ലാവരും എനിക്ക് പുരോഹിതന്മാരാ. हालेलुया. लोग बोला कि पवित्र नए नियम में सब लोग मेरा याजक है, അതുകൊണ്ട് ആത്മീയർ മദ്യപാനത്തിന് इसलिए പോകരുത്. आत्मिक लोगों में दारू नहीं पीना. അത്രയും അവർ അംഗീകരിച്ചു. उतना लोग अंगीकार किया. അപ്പോഴത്തേക്ക് അടുത്ത പടിയിലേക്ക്
ഇറങ്ങി. तब अगला स्तर में आया, വിശുദ്ധി എന്നാൽ എന്താണ്? पवित्रता क्या है. അവർ എക്സ്റ്റേണൽ സെപ്പറേഷനും ഇന്റേണൽ സെപ്പറേഷനും ഒരുപോലെ സ്വീകരിച്ചു. लोग बाहरी अलगापन, आंतरिक अलगापन दोनों ദൈവത്തിന്റെ सीखे. സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും മടങ്ങി വരിക. परमेश्वर का समानता में वापस आ रहे हैं. മനുഷ്യനെ നശിപ്പിച്ച സന്ദർഭം ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് എടുക്കും, പണ്ട് എടുത്തിട്ടുള്ളതാ. പക്ഷെ मनुष्य को कैसे नाश किया मैं पहले बताया था. ദൈവിക സാദൃശ്യത്തിൽ നിന്നും ദൈവിക സ്വരൂപത്തിൽ നിന്നും തള്ളപ്പെട്ട മനുഷ്യൻ, परमेश्वर का समानता रूप से गिरा हुआ मनुष्य വഷളായി പോയ മനുഷ്യൻ जो बेकार हो गया, മടങ്ങി വരേണ്ടതിന് വേണ്ടി वापस आने के लिए ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവരെ കൊണ്ടുവരേണ്ടതിന് परमेश्वर का समानता और रूप में लाने के लिए എക്സ്റ്റേണൽ സെപ്പറേഷനും ഇന്റേണൽ സെപ്പറേഷനും बाहरी अलगापन, आंतरिक अलगापन दोनों चाहिए. അതോടുകൂടെ സഭകളുടെ ചൂട് വർദ്ധിച്ചു. तो कलीसिया गर्म हो गया. ഇറങ്ങിയ വലിയ ആളുകളൊക്കെ DL മൂടി, DL मूडी, मार्टिन लूथर, മാർട്ടിൻ ലൂതറും അതിന്റെ ഭാഗമാണ്. പക്ഷെ DL മൂടിയൊക്കെ പുറത്തു വന്നു. जब DL मूडी सब बाहर आ गया, ഇവരൊക്കെ നേരിട്ട പ്രതികൂലം. इन लोग कितने प्रतिकूल अवस्था से गुजरा. മുഴു ശക്തിയോടെ പിശാച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. वो शक्ति से शैतान अटैक करता है. ആദാമിനെ ഹവ്വയെ അറ്റാക്ക് ചെയ്തില്ല. आदम हवा को अटैक नहीं किया. അനുരഞ്ജന നയത്തിൽ പതുക്കെ അടുത്തതാ. वो प्रेम संबंध दे करके उसको പക്ഷെ फंसाया. ഇവൻ ഭൂമിയുടെ മേൽ അധികാരം പിടിച്ചു. हालेलुया. मगर पृथ्वी के ऊपर अधिकार ഇവൻ पकड़ लिया. ഭൂമിയുടെ മേൽ അധികാരം പിടിച്ചു. शैतान पृथ्वी पर अधिकार रखा. ഇന്നുവരെ ബലം പ്രയോഗിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. आप हालेलुया इसको बलपूर्वक इस्तेमाल करने लगा. DL മൂടിയുടെ ചരിത്രത്തിൽ DL मूडी के इतिहास में 3 പ്രാവശ്യമാണ് തനിക്ക് തീ പിടിക്കുന്നത്. 3 बार उसको आग लगाया गया. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമൊന്നുമല്ല ഇവരുടെയൊക്കെ ജീവിതം. हम जो सोच रहे हैं आराम का जिंदगी नहीं था. ആരംഭത്തിങ്കൽ താൻ കിടന്നുറങ്ങിയ വീടിന് തീ പിടിച്ചു. സോറി, 3 പ്രാവശ്യം തന്റെ ജീവിതത്തിൽ തീപിടുത്തം ഉണ്ടായി. हालेलुया. 3 बार उसके जीवन में आग लगा. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിന് തീ പിടിച്ചു. हालेलुया. जहाज में यात्रा करते समय जहाज में आग लग गया. വീട്ടിലിരിക്കുമ്പോൾ വീടിന് തീ പിടിച്ചു. घर में रहते समय घर को आग लग गया. പള്ളി പണിതു, പള്ളിക്ക് തീ പിടിച്ചു. हालेलुया. कलीसिया बनाया हुआ, कलीसिया को आग लग गया. ആരും കൊണ്ട് തീയിട്ടതല്ല, कोई जाकर के आग नहीं लगा. ഏതോ കാരണത്താൽ തന്നെ കത്തി. कैसे अपने आप जला. എവിടെയൊക്കെ ദൈവശക്തി വ്യാപരിച്ചോ जहां जहां परमेश्वर का सामर्थ्य അവിടെയല്ല എതിരുയർന്നു. वहां सब विरोध था. നിങ്ങൾക്കറിയാമോ DL മൂടി എടുത്ത തീരുമാനം? आपको मालूम है DL मूडी ने क्या निर्णय लिया? ആദ്യത്തെ തീ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, पहला आग के पश्चात उसने എന്നെ बताया, തീയിൽ നിന്ന് വിടുവിച്ച ദൈവമേ, मुझे आग से छुड़ाने वाला परमेश्वर, എന്റെ ജീവിതം, എന്റെ ശരീരം കത്തിപ്പോണ്ടതായിരുന്നു, मेरा शरीर तो जल जाना था, അങ്ങ് വിടുവിച്ചതിനാൽ. आपने छुड़ा इसलिए. ഓ, നീ എന്റെ മേൽ തീയിട്ടല്ലോ, നീ ഇനി നിന്നെ വേണ്ടെന്ന് പറഞ്ഞതല്ല, आप आग लगाए इसलिए मुझे नहीं चाहिए, आपको नहीं चाहिए, അങ്ങ് എന്നെ വിടുവിച്ചതിനാൽ आपने छुड़ाया ഈ इसलिए ആയുസ് അങ്ങയ്ക്ക് വേണ്ടി ये വേർതിരിക്കും. आयु मैं आपके लिए दे रहा हूँ. പെർഫെക്റ്റ് ആയി ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. पूरा आपके लिए जीऊंगा. രണ്ടാമത്തെ തീപിടുത്തം പള്ളി വെച്ചായിരുന്നു. दूसरा जो आग लगा कलीसिया में था. കേട്ടിട്ടുണ്ടോ? आप सुना है? ചിക്കാഗോ പട്ടണത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ചർച്ച ഉണ്ടായിരുന്നു. शिकागो के शहर में एक बहुत बड़ा कलीसिया था. ഒരു ഞായറാഴ്ച ചിക്കാഗോ പട്ടണത്തിലെ ചർച്ചിൽ അദ്ദേഹം സാൽവേഷൻ മെസ്സേജ് കൊടുത്തു. हालेलुया. एक इतवार के दिन में उद्धार का संदेश दिया. ഏറെക്കുറെ ഇതിനേക്കാൾ വലിയ ചർച്ച. बहुत बड़ा, इससे बड़ा कलीसिया है. 3000 മെമ്പേഴ്സിന് ഇരിക്കാം. 3000 लोग बैठ सकते. ഓവർ പാക്ഡ് 3000 ശിഷ്ട മെമ്പേഴ്സ് सब അകത്തുള്ളപ്പോൾ लोग भरा हुआ है. ശക്തിയേറിയ ഒരു ദൂത് വ്യാപരിച്ചു. एक सामर्थ्य संदेश दिया. ജനം ആത്മശക്തിയിൽ കരയാൻ തുടങ്ങി. लोग आत्मा का सामर्थ्य में रोने लगा. പാപബോധമുണ്ടായി. पाप का होश आया. താൻ പെട്ടെന്നോർത്ത് ഇപ്പോൾ ഒരു ഓൾട്ടർ കോൾ കൊടുക്കണം. अब उसने लगा कि अब भी एक ऑल्टर कॉल देना है, बुलाना है. മനസ്സിന്റെ പുറകിൽ നിന്ന് ഒരു ശബ്ദം. मन का पीछे से एक आवाज. ഇപ്പോഴെല്ലാവരും ഇമോഷണലി മൂടാ. सब लोग अभी आत्मा में हो गया, इमोशनली തിങ്ങി നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷം. भरा हुआ अवस्था. അതിനകത്ത് ഒരു കൂട്ടക്കരച്ചിൽ, एक बहुत बड़ा एक रोने का आवाज, ഭയങ്കര ഇമോഷൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. बड़ा फीलिंग आ रहा है सबको. ഇതിനിടയ്ക്ക് ഒരു തീരുമാനം എടുത്താൽ उस समय एक निर्णय लेने से ചിലപ്പോൾ അത് ഇമോഷണൽ മൂവായി മാറും. एक फीलिंग के अनुसार हो गई. അവരുടെ ഹൃദയത്തിന്റെ അകത്തൊന്നും ആയിരിക്കത്തില്ല. उसका हृदय के अंदर से नहीं होगा. അതുകൊണ്ട് ഇന്ന് ഓൾട്ടർ കോൾ വേണ്ട. आज इसलिए मैं बुला नहीं रहा हूँ. അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് നടത്തി. उसने अनाउंस किया, വരുന്ന ആഴ്ചയിൽ നിങ്ങൾ എല്ലാം വരണം. अगला सप्ताह सब लोग आना. വരുന്ന ആഴ്ച ഞാൻ നിങ്ങൾക്ക് ഒരു ഓൾട്ടർ കോൾ തരും. उस दिन मैं बुलाऊंगा आगे आने के लिए. ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ തീരുമാനിച്ച് പോരണം. इस सप्ताह में आप निर्णय लो प्रभु के लिए जीना है कि नहीं. ഇമോഷണൽ മൂവ്മെന്റിൽ ഞാൻ നിങ്ങളോട് തീരുമാനം എടുക്കാൻ अभी आप ആവശ്യപ്പെടുന്നില്ല. जब एकदम बेहोश अवस्था में मैं नहीं बोलूंगा. ഈ ആഴ്ചയിൽ ആലോചിച്ച് പ്രതിഷ്ഠിച്ച് പോരണം. आप ये सप्ताह सोच विचार करके निर्णय करके വരുന്ന ആഴ്ചയിൽ ഞാൻ ഒരു ഓൾട്ടർ കോൾ തരും. अगला सप्ताह में एक हालेलुया ऑल्टर कॉल दूंगा, बुलाऊंगा. സഭായോഗം പിരിഞ്ഞു. कलीसिया का उस दिन का आराधना खत्म हो गया. പള്ളിക്ക് തീ പിടിച്ചു. कलीसिया में आग लगी. പിറ്റേ ആഴ്ച സഭായോഗം ഇല്ലായിരുന്നു. दूसरा सप्ताह हालेलुया आराधना नहीं था. അദ്ദേഹം ചാരത്തിൽ കിടന്ന് ഉരുണ്ടു. हालेलुया वो राख में वो लुटका. കർത്താവേ, प्रभु എനിക്ക് തന്നത് ഉപയോഗിക്കാതെ मुझे हालेलुया इस्तेमाल किया, दिया था वो मैं इस्तेमाल नहीं किया. ഞാനതിനെ കളഞ്ഞതുകൊണ്ട് मैंने फेंका इसलिए. അങ്ങായിരിക്കാം തീയിട്ടത്. आप हो सकता है कि आप आग लगाए हो. ആദ്യത്തെ തീപിടുത്തത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് പിശാച് കൊണ്ടുവന്നതാ. हालेलुया पहला आग में उसने बोला ये तो शैतान लाया. ദൈവം എന്നെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കും. परमेश्वर बचाए इसलिए मैं परमेश्वर को सेवा. രണ്ടാമത്തെ തീപിടുത്തത്തിൽ അദ്ദേഹം दूसरे आग में കർത്താവ് ഇത് അങ്ങ് അയച്ചതായിരിക്കാം. हो सकता है कि आपने भेजा. ഇനി ഈ ആയുസ്സിൽ अब इस आयु में ഒരു ഓൾട്ടർ കോളിന് അവസരം കിട്ടിയാൽ കൊടുക്കാതെ ഞാൻ വിടത്തില്ല. हालेलुया एक ऑल्टर कॉल के लिए अवसर बुलाने का अवसर मिला तो मैं नहीं छोड़ूंगा. 3-ാം പ്രാവശ്യം താൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ തീപിടുത്തം ഉണ്ടായി. तीसरा बार वो जहाज में यात्रा करते समय आग लग गया. തീരാൻ പോകുകയാ. अब खत्म होने वाला.
പക്ഷേ രക്ഷപ്പെട്ടു. मगर बच गया। താൻ അന്നൊരു തീരുമാനമെടുത്തു. उस दिन निर्णय लिया। കർത്താവേ, അന്ന് കണ്ട തീയുടെ ആഴം, हालेलुया। उस दिन जो देखा वो आग का गहराई, തൊടുന്നതിനെ എല്ലാം പൊള്ളും. हालेलुया, जो उसको जो जिसको भी छुएगा वो जलेगा। അവസരം കിട്ടിയ കയറി കത്തും. अवसर मिलने से जलेगा। അത്ര ശക്തമായിരുന്ന തീ उतना बड़ा आग, ഞാൻ എവിടെ പോയാലും मैं जहां भी जाए അങ്ങയുടെ തീ കത്തിച്ചേ മാറും. आपका आग जला के ही छोड़ूंगा। എന്റെ ശുശ്രൂഷയുടെ മാനദണ്ഡം മാറുക. मेरा सेवकाई का स्तर बढ़ रहा है। ഇവരെയൊക്കെ കൊല്ലം തീ വന്നതാ, हालेलुया। इसका सबको मारने के लिए आग आया था। എന്തെല്ലാം വന്നതാ. कितना कितना समस्या आया, പക്ഷേ അവർ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിൽ അറിയിച്ചു. मगर मसीह का सुसमाचार पूरा दुनिया में फैला है। എന്നാ കാര്യമെന്നറിയാമോ? कारण क्या मालूम है? രണ്ട് കൈയും രണ്ട് കാലും കൊണ്ട് ഇത് നടക്കത്തില്ല. हालेलुया। 2 हाथ और 2 पाँव से नहीं चलेगा। 10,000 കൈകൾ കാലുകൾ. हालेलुया। 10,000 हालेलुया हाथ और पाँव। ഒടുവിൽ പെന്തക്കോസ്തിന്റെ മൂവ്മെന്റ് ആയി. आखिर में पेंतिकोस्त का मूवमेंट शुरू हुआ। 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 19 सदी का शुरुआत, അസൂസ സ്ട്രീറ്റിൽ വെച്ച് असूसा सड़क में തണ്ട് അടുത്തൊരു ഒരു കൊടുങ്കാറ്റ്. ये एक बहुत बड़ा आंधी तूफान। ഞാൻ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അക്ഷരികമായി കാറ്റടിച്ചെന്നല്ല, ये एक अक्षरी का आंधी तूफान नहीं है। ജനത്തിന്റെ ഇടയിൽ ഒരു മൂവ്. लोगों के ऊपर एक ഈ पवित्र आत्मा ഉപവാസ का, പ്രാർത്ഥനയിൽ ഇവിടെ നടക്കും. ये उपवास प्रार्थना में यहाँ होगा। ചിലതിന്റെ കാറ്റ് കുറഞ്ഞു പോകുന്നിടത്ത് തമ്പുരാൻ വീണ്ടും വീശും. हालेलुया। कुछ हवा जब कम हो जाता है परमेश्वर और फूकेगा। ഇവിടെ ഇത് വീശിയാൽ यहाँ फूकने से ഏറ്റെടുക്കുന്നവർ കൊണ്ടുപോകും. हालेलुया लेने वाला लेके जाएगा। ദൈവം ഊതി വിടുക परमेश्वर फूक कर भेजेगा ഒരു ഉദ്ദേശത്തിന് വേണ്ടി. एक उद्देश्य के लिए। എന്താ ഉദ്ദേശം? क्या उद्देश्य है? ഭൂമിയെ ദൈവിക കോളനിയാക്കണം. पृथ्वी को परमेश्वरीय कॉलोनी बना, ഭൂമിയെ ദൈവിക കോളനിയാക്കണം. परमेश्वर पृथ्वी को परमेश्वर कॉलोनी बना। മുക്കിനും മൂലയ്ക്കും പിശാച് ഊതിക്കൊണ്ട് നടക്കുക. हालेलुया। कोने कोने में शैतान फूक रहा है। കണ്ടിടത്തെല്ലാം അവൻ ഊതുക. यहाँ चाहिए वो फूकता है। അവൻ എന്നാ വേണ്ടിയത്? उसको क्या चाहिए? ഭൂമിയെ പൈശാചിക കോളനിയാക്കണം. पृथ्वी को शैतान का कॉलोनी बना। തീരുമാനം എന്റെ നിങ്ങളുടെയുമാണ്. निर्णय मेरा और आपका है। ഇതിനെ ദൈവത്തിൻ്റെതാക്കി മാറ്റുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ये परमेश्वरीय बनाने के लिए प्रभु हमको अनुग्रह दे दे। ശിഷ്യന്മാരുടെ മേൽ ഊതി, യേശു ഊതി, പിന്നത്തിൽ പിതാവ് ഊതി. हालेलुया। यीशु फूका पहले, फिर पिता फूका। ഇവിടെ चलो को ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ ഊതട്ടെ. यहाँ सेवकाई करने वाला सेवक लोग फूकने थे। ഏൽപ്പിക്കപ്പെടുന്നവരുടെ മേൽ ദൈവം ഊതട്ടെ. जिसको ऊपर नियुक्त किया जाता परमेश्वर फूके। ഇവരതിന്റെ ഒരു ആരംഭം നാന്ദി കുറിക്കത്തേ ഉള്ളൂ. ये इसरा शुरुआती होगा। ഇന്ന് അനി ജോർജ് പാസ്റ്റർ ഊതും, आज एनी जॉर्ज पास्टर फूकेगा, നാളെ വേറൊരാൾ ഊതും. कल और कोई फूकेगा। ഇതെല്ലാം ഇതിന്റെ ആരംഭമാണ്. ये सिर्फ शुरुआती है। ദൈവം ചിലത് ചെയ്യും. परमेश्वर कुछ करेगा। നമുക്ക് അൾട്ടിമേറ്റ്ലി പ്രാപിക്കുന്ന ദൈവത്തിന്റെ എന്നാണ്. आखिरी हमको परमेश्वर से ही पाना है। പക്ഷെ ഇതിന് ഇടയ്ക്ക് ചില ബ്രിഡ്ജസ് ഉണ്ട്. मगर कुछ हालेलुया पुल है पार करने ഈ का। ഉപവാസ പ്രാർത്ഥന ഒരു ബ്രിഡ്ജാണ്. ये उपवास प्रार्थना एक ब्रिज है, एक ഇത് पुल है। ഉപയോഗിക്കുന്നവർക്കായി സ്തോത്രം. इस्तेमाल करने वाले के लिए धन्यवाद। ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? एक प्रश्न पूछूं आपसे, ക്ലാസ് റിയലി പ്രയോജനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ये क्लास आपके लिए हालेलुया फायदेमंद है? അവരുടെ കൈ കണ്ടോട്ടെ. उसका हाथ में देखो। ഓക്കെ, കൈ താത്തിന്. हमें हाथ नीचे करिए। പുതുതായിട്ട് ചിലപ്പോൾ ചിലർക്കൊന്നും കാണത്തില്ലായിരിക്കാം. कुछ नए लोगों को कुछ हो सकता है, कुछ नहीं मिलेगा। ഞാൻ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞായിരിക്കും. मैं भी कितने बार बताया है, नया कुछ नहीं പക്ഷേ होगा। അതിനകത്തൊരു പുതിയ തീ ഉണ്ടെന്ന് മനസ്സിലാവും. मगर इसमें एक नया आग है करके समझना, ഒരു പുതിയ ആ കൂത്തുണ്ടെന്ന് മനസ്സിലാവുന്നു. नया एक फूक है करके समझना। അതുള്ളവർ നേരത്തെ അറിയാൻ വയ്യാത്തവർ വേറെ, ഇന്ന് അറിഞ്ഞത് വേറെ. എന്നാൽ जो पहले नहीं നേരത്തെ जानते थे, आज जाने। അറിഞ്ഞതാണെങ്കിലും पहले से ഇന്ന് जाना हो तो भी എന്റെ മേലൊരു പുതുമയുണ്ടായി. आज एक नयापन होगा। എത്ര പേരുണ്ട് കൈയൊന്ന് कितने കണ്ടോ? लोग हैं? ഓൾമോസ്റ്റ് आज എല്ലാവർക്കും नयापन। ഉണ്ടായി. हमें ഇതിന്റെ सबको। അർത്ഥം ദൈവം വേണ്ടി ചെയ്തെന്നാ. मतलब परमेश्वर कुछ किया है। ഇനി ഒടുവിലത്തെ ചോദ്യം. आखिरी प्रश्न, ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഈ ആശയം കേട്ടിരുന്നില്ല. मैंने कभी ये युक्ति सुना नहीं था पहले। ആദ്യമായി ദൈവം എന്റെ ഹൃദയത്തിൽ पहले തന്നതാ. हृदय में डाला ये युक्ति। ഇത് എന്നോട് ദൈവം ഇടപെടുക. ये मेरे से परमेश्वर बात അത് മനസ്സിലായി. ഇതിനു മുമ്പേ കേട്ടിട്ടുള്ളവരല്ല. पहले सुना नहीं है, പുതുതായി എനിക്ക് ചിലത് കിട്ടി, नया कुछ मुझे मिला है, അതെനിക്ക് അനുഗ്രഹമായി वो എന്നുള്ളത് मेरे लिए आशीष का कारण ഞാൻ होगा। അവരുടെ കൈയൊന്ന് കണ്ടു. उनका हाथ देखना चाहता हूँ। അതുകൊണ്ട് മുക്കാലെ അരയ്ക്കാലും പ്രൈസ് ദി ലോർഡ്. हालेलुया। 10 से पौन लगभग ദൈവകൃപ കൂടി ഇരിക്കട്ടെ. प्रभु का अनुग्रह आपको। 10:15 10:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. 10:15 हो गया, 10:30 बजे शुरू करेंगे। ഡൽഹിയിൽ നിന്ന് പാസ്റ്റർ ഡാനിയേൽ ജോർജ് ഉണ്ട്. അദ്ദേഹമായിരിക്കും വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. दिल्ली से दानियल जॉर्ज आया हुआ, वो आराधना का लीड करेगा। നമ്മുടെ കൊയർ ഉള്ളവർ ദയവായിട്ട് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യണം. मेरा कोयर उसको मदद करना है। അദ്ദേഹം വേണേൽ ഹിന്ദി പാട്ട് പാടും. ഹിന്ദിയിലാണ് അദ്ദേഹത്തിന്റെ മെയിൻ ശുശ്രൂഷ. वो हिंदी में भी गा सकता है वो, क्योंकि उनका सेवा हिंदी में। അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പേ ഞാനതൊന്ന് പറഞ്ഞേക്കാം. वो आने के पहले मैं बता दूं, ഛത്തീസ്ഗഡിൽ നടന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം പാട്ട് പാടുന്നത് കേട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഉണ്ടായിരുന്നു. छत्तीसगढ़ की मीटिंग में वो गाना गाते हैं, हम लोग दोनों वहाँ थे। എനിക്കതൊരു ആത്മപ്രചോദനമായിട്ട് തോന്നി. मैं एक आत्मा का एक उत्तेजना मिला हमको। ഞാൻ പയ്യെ അദ്ദേഹത്തിന്റെ അടുത്ത് കൂടി ചോദിച്ചു, പാസ്റ്ററെ അങ്ങ് മലയാളത്തിൽ പാടുമോ എന്ന് ചോദിച്ചു. मैंने पहले उनको पूछा, मलयालम में आप गाएंगे क्या? എല്ലാ ഭാഷയും പാടും. सब भाषा में गाएंगे। എന്നാ ഒന്ന് വരണേ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാ. तो आना करके बोला, वो आया है। ഈ ആഴ്ചയിലെ മിക്ക ദിവസം